സ്വാലൈക്കും. വലിയ വിശദമായിട്ട് ആളുകൾ ഒരു കാര്യം പറഞ്ഞ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനൊന്നും എനിക്കറിയില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്നെ പരിചയമില്ലാത്തവരെന്തായാലും ഇവിടെ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. എന്നാൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങളെല്ലാവരും മഹാൻ എന്ന് വിളിക്കുന്ന കുത്തുബ് സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താന്റെ രണ്ടാമത്തെ മരുമകനാണ്. ഞാനതാണ്ട് വിവാഹം കഴിച്ചത് 2000 എന്ന് പറഞ്ഞപ്പോ ഒരു 2024 24 വർഷമായി. ഏതാണ്ട് ഒരു 20 വർഷത്തോളം മഹാനവറുകൾ വഫാത്താവുന്ന സമയം വരെ, അത് കഴിഞ്ഞിട്ടിപ്പോ ഒരു 5 വർഷം. മഹാൻ ഉണ്ടായിരുന്ന കാലത്തും അതിനു മുൻപും ഞാൻ അഭിസംബോധന ചെയ്തുകൊണ്ട് നടന്നത് ഉപ്പിച്ചിന്നാണ്. പിന്നെ മഹാന്റെ വഫാത്തിന് ശേഷം ഇങ്ങനെ മറ്റുള്ള മുരിതന്മാരുടെ അകത്തേക്കൊക്കെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഈ മഹാൻ എന്നുള്ളത് തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങി. അത് വേറൊരു അതപുകേടോ കാര്യങ്ങളൊന്നും ഒന്നല്ല. വിവാഹം കഴിഞ്ഞ കാലത്തോട്ട് എൻ്റെ വൈഫും അവിടെ മറ്റുള്ള കുട്ടികളും എല്ലാവരും പറയുന്നത് കേട്ട് പഠിച്ചതാണ്. ഇപ്പൊ ഇതിൻ്റെ അകത്തുള്ള വിഷയം എന്താന്ന് വെച്ചാൽ മെയിനായിട്ട് ഖാദിരിയ തരീഖത്ത്. ഈ തരീഖത്ത് എന്താന്നുള്ള വിശദീകരണം ഞാൻ തരേണ്ട കാര്യമില്ല. ഇവിടെ ഉസ്താദുമാരെല്ലാവരും ഇഷ്ടം പോലെ തന്നിട്ടുണ്ട്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ആളുകൾ ഇത് തിരിച്ചറിയാൻ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് ആലുവ തരീഖത്ത്. ഏതാണ്ട് 2019 25/1/2019 മഹാനവറുകൾ വഫാത്താവുന്ന കാലം വരെ, അതിനു മുമ്പ് വർഷങ്ങളായിട്ട് ഇവിടുത്തെ ഒരുപാട് സംഘടനകൾ, സമസ്ത, AP, അതേപോലെ എടുത്തു കഴിഞ്ഞാൽ മുജാഹിദ്, അങ്ങനെ മറ്റുള്ള തരീഖത്തുകാർ, ഇവരെല്ലാവരും ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ മഹാനെതിരെ വന്നിട്ടുണ്ട്. ഒന്നിലും വ്യക്തമായ ഒരു മറുപടി തരാനോ ഒന്നിനും അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. മഹാൻ വഫാത്താവുന്ന കാലം വരെ അവർ ഒരു കാര്യത്തിനും ഇത് ചെയ്തിട്ടില്ല. എല്ലായിടത്തും മഹാനവറുകൾ അതിന്റെ മുന്നിൽ നിന്നതുകൊണ്ട് തന്നെ ഒരു വ്യക്തമായിട്ട് ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ട് എന്ന് വിശദമാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ അതിന്റെ അവസ്ഥകൾ മാറി. അതിന് ഏറ്റവും വലിയത് അന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്ന പല സമസ്തയിൽ തന്നെ ഉള്ളവർ പറയും അത് സമസ്ത പിഴച്ചതാണെന്ന് പ്രഖ്യാപിച്ചു. അത് എന്തുകൊണ്ടെന്ന് ഇതുവരെ വിശദീകരിച്ചിട്ടുമില്ല, ഒരാൾക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുമില്ല. ഇപ്പൊ തന്നെ എൻ്റെ ഉസ്താദുമാരുണ്ട്, മദ്രസയിൽ ഓതിയത്, അല്ലാതെ ദർസിൽ ഓതിച്ച ഉസ്താദുമാർ, അതുകൂടെ ഈ പറയുന്ന എല്ലാ സമസ്തയിൽ പെട്ടത്, മുജാഹിദിൽ പെട്ടത്, AP-യിൽ പെട്ടത് എല്ലാം ഞാൻ നല്ല പരിചയമുള്ളവരുണ്ട്. ഇവരോടൊക്കെ ചോദിച്ചാലും ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതൊരു സംഘടനാപരമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ സുഹൃത്തുക്കളും ഉണ്ട് ഇഷ്ടം പോലെ. എന്തുകൊണ്ട് മഹാനെ എതിർത്തു എന്ന് അവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ ഇന്ന് അതിന് അവര് രക്ഷപ്പെട്ടു. അവരിന്ന് രക്ഷപ്പെടാനുണ്ടായ കാരണം എന്താണ് ആലുവ തരീഖത്തിന് പ്രശ്നം, അല്ലെങ്കിൽ മഹാനവറുകൾ ഗുണത്താക്ക ഈ പറയുന്ന ഖാദിരിയ തരീഖത്തിനുള്ള വിഷയം എന്ന് വെച്ചാൽ ഒരു മഹാന്റെ മകന്റെ പ്രവൃത്തി കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ മൂത്ത ആങ്ങളയുടെ പ്രവൃത്തികൾ കൊണ്ട് ഇന്നിപ്പോ അവര് വിജയിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, മകന്റെ പ്രവൃത്തികൾ കണ്ടില്ലേ, ഇതുകൊണ്ടാണ് ഇത്. പക്ഷെ എന്നാൽ ആ മകനെ മഹാൻ ഉണ്ടായിരുന്ന കാലത്ത് മഹാന്റെ ഖലീഫമാര് എന്ന് പറയുന്ന മഹാന്റെ കൂടെ ഉണ്ടായിരുന്ന അനുയായികൾ, റഹീം ഉസ്താദ്, ബാ ഉസ്താദ്, അംസ ഉസ്താദ്, അങ്ങനെ ഖലീഫമാര്, SA മൗലവി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. മഹാന്റെ വഫാത്തിന് ശേഷം അതിനകത്ത് ഉണ്ടായിരുന്ന സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ഏതാണ്ട് 70-80% മുരീദന്മാരും ഖലീഫമാരും എല്ലാവരും ഈ മകൻ കൊണ്ടുവന്ന, അല്ലെങ്കിൽ നിസാമുദ്ദീൻ, അതിന്റെ മൂത്ത അളിയനാണ്, കുത്തുബ് സമാന്റെ മൂത്ത മകൻ, അതുമായിട്ട് ബന്ധമില്ല. മകൻ കാണിച്ചു കൂട്ടുന്ന ചെയ്തികളോട് ഞങ്ങൾ യോജിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, അതിനെ മാറ്റി നിർത്തി
ഇട്ടുണ്ട് എന്നുള്ള വിഷയം ആദ്യമേ തന്നെ ഇവരെല്ലാവരും വളരെ പരസ്യമായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇതിന്റെ സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിന്റെ അകത്ത് എന്തുകൊണ്ട് നിസാമുദ്ദീനെ ഇവരെതിർക്കാനുണ്ടായ കാരണങ്ങൾ ഈ പറയുന്ന ഉസ്താദന്മാര് മഹാന്റെ ഖലീഫമാരെന്ന് പറയുന്നവര് എന്തുകൊണ്ട് എതിർത്തു, അതിൽ നിന്ന് തുടങ്ങാം. ഇവരെതിർക്കാനുണ്ടായ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന്, മഹാന്റെ ഈ പറയുന്ന വഫാത്തിന് ശേഷം അവിടെ ജീലാനി ഉണ്ട്, അവിടെ പള്ളിയുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് അത്യാവശ്യത്തിന് അതിനൊരു നേതൃത്വം വേണം. അവിടെ പള്ളിയിലെ കാര്യങ്ങൾ നോക്കാനുണ്ട്. അങ്ങനെ ഒരു ആത്മീയപരമല്ലാത്ത, അല്ലെങ്കിൽ ഒരു പൊതുവായിട്ട് ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മൂത്ത മകൻ അത്യാവശ്യം അവിടുത്തെ കാര്യങ്ങൾ, കാരണം പലർക്ക് വാങ്ങിക്കാനുണ്ടാവും, അവിടെ 100 കാര്യങ്ങൾ നടത്താനുണ്ടാവും. അങ്ങനെയുള്ളൊരു ജീലാനിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന് മാത്രം നിസാമുദ്ദീനെ കാര്യങ്ങളെ ഏൽപ്പിച്ച ഒരു സദസ്സ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് നാട്ടിലില്ല, ഞാനന്ന് ഗൾഫിലായിരുന്നു. അപ്പൊ അന്നങ്ങനെ ആലുവയിൽ അങ്ങനെ ഒരു വലിയ പരിപാടി നടത്തുമായിരുന്നു. പക്ഷെ ആ പരിപാടിയിൽ ഉസ്താദ് ഇവരെല്ലാവരും കൂടി അങ്ങനെ അവിടുത്തെ ഒരു കാര്യങ്ങൾ നടത്തുക മാത്രം എന്നുള്ളൊരു കടമ ഈ പറയുന്ന നിസാമുദ്ദീൻ, അവരിപ്പോ പറയുന്ന ഇപ്പൊ പുതിയ ഷെയ്ഖായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന നിസാമുദ്ദീനെ ഏൽപ്പിച്ചപ്പോ അവിടെ മുൻകൂട്ടി തയ്യാറാക്കിയ കുറെ തിരക്കഥകൾ പോലെ സ്വയം പിതാവായിരുന്ന ഷെയ്ഖിന്റെ കുപ്പായം നേരെ മേത്തിട്ട് അണിഞ്ഞ് ഒറ്റയടിക്ക് നിന്ന് നിപ്പിലും ആൾ ഒറ്റയടിക്ക് ഷെയ്ഖായി മാറി. എന്താണ് എന്നുള്ളത് അറിയില്ല. പിന്നെ അതിനുശേഷം പുള്ളിയുടെ നോട്ടങ്ങൾ, അതായത് നിസാമുദ്ദീന്റെ നോട്ടങ്ങളും കാര്യങ്ങളും എല്ലാം ആളുടെ പേര് കൂടെ അളിയൻ എന്ന് പറഞ്ഞാലുണ്ട്, പേര് വായിൽ വരുന്നില്ല. പുള്ളിയുടെ എല്ലാ നോട്ടങ്ങളും ഒന്നും ഈ പറയുന്ന ദീനിപരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ആയിരുന്നില്ല. ഇതിന്റെ ബാക്കിൽ ഇതിന്റെ പേരിൽ കിട്ടാൻ പോകുന്ന സാമ്പത്തികമായ ലാഭങ്ങൾ, ഇതിനെ ഒരു ദീനീപരമായിട്ട് ആത്മീയമായിട്ട് ഇതിനെങ്ങനെ കച്ചവടം നടത്താം, ഇതിനെ ഏത് വിധത്തില് സാമ്പത്തിക സ്രോതസ് ഇതിൻ്റെ അകത്ത് എന്താണുള്ളത്, ഇതിനെ എങ്ങനെ സാമ്പത്തികമായിട്ട് ലാഭത്തിലേക്ക് എത്തിക്കാം എന്നുള്ള കാര്യങ്ങളാണ് പുള്ളി സത്യത്തിൽ ഇതിൻ്റെ അകത്ത് ആദ്യമേ തൊട്ട് നോക്കിയിട്ടുള്ളൂ. ഇവര് ഉസ്താദന്മാരും അവിടെ അന്ന് കൂടിയവരെല്ലാവരും ഭൂരിഭാഗം സാധുക്കള് അത് മനസ്സിലാക്കിയില്ല. ഇവര് എല്ലാവരും ഇതിൻ്റെ അകത്ത് നല്ലതിനെ മാത്രം ചിന്തിച്ചു. പുള്ളി അതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെ ഏതൊക്കെ വിധത്തിൽ ഇതിനെ സാമ്പത്തികമാക്കി മാറ്റാം എന്നുള്ളതിനെ കുറിച്ച് പുള്ളി ചിന്തിച്ചു. അങ്ങനെ ആ കാലയളവില് ആ സമയത്ത് തന്നെയാണ് ഫസ്റ്റിലായിട്ട് പല പല വിഷയങ്ങൾ അവിടെ പൊട്ടിപ്പുറപ്പെടുകയും അതിനോടനുബന്ധിച്ചാണ് ഫസ്റ്റിലെ തന്നെ അവിടെ വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞത്. പിന്നീട് അന്വേഷിച്ച് വരുമ്പോഴാണ് ഇതിനകത്തൊരു വ്യക്തിപരമായിട്ട് ഒരാളെ പറയുകയാണെങ്കിൽ ഞാനിവിടെ 10 ദിവസം എന്ന് പറഞ്ഞാലും തീരില്ല. ഇതിനകത്ത് വ്യക്തിഹത്യയില്ല, ഉസ്താദുമാരുമായിട്ട് ബന്ധിക്കുന്ന കാര്യങ്ങൾ. ജീലാനി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനവുമായിട്ടും ഇപ്പോൾ ഈ ഷെയ്ഖാണ് എന്ന് പറയുന്ന ആൾക്ക് അതിനുള്ള എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത് ഉള്ള ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഫസ്റ്റിലെ മഹാന്റെ പേരിൽ കുറെ കമ്പനികൾ, കുറെ വണ്ടികൾ, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൻ്റെ അകത്ത് പലതും അവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ മരണം കഴിഞ്ഞാൽ എല്ലാവരും അന്വേഷിക്കുമല്ലോ, ഓരോ പേപ്പറുകൾ വരും, പോസ്റ്റലായിട്ട് വരും. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ എമൗണ്ട്, ഞാനന്ന് ഗൾഫിലാണ്. അങ്ങനെ എൻ്റെ വൈഫിന്റെ അഡ്രസ്സ് എൻ്റെ വീട്ടിലായതുകൊണ്ട് കാലടിയിൽ എൻ്റെ വൈഫിന്റെ അഡ്രസ്സിൽ വന്നു. സാധാരണ ഞാനും വൈഫും ഒക്കെ ഗൾഫിലായതുകൊണ്ട് ആ ലെറ്റർ വാങ്ങാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ, എൻ്റെ അനുജൻ എന്നിവരാണ് ഞാൻ ഏൽപ്പിച്ചിരുന്നത്. പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആ വന്ന ഒരു ലെറ്റർ വാങ്ങാൻ നിസാമുദ്ദീൻ പറഞ്ഞു വിട്ട ഒരാള് എൻ്റെ നാട്ടിലെ പോസ്റ്റ് ഓഫീസിൽ വന്നു. ആ പോസ്റ്റ് ഓഫീസിൽ പതിവില്ലാത്ത ഒരാൾ വാങ്ങാമെന്നപ്പോ പോസ്റ്റ് മാസ്റ്റർ ഓൾറെഡി എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു, ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ ഒരു പോസ്റ്റ് വാങ്ങാൻ വന്നിട്ടുണ്ട്, കൊടുക്കൂല. അപ്പൊ അത് എന്താണെന്ന് അറിയണം.
അങ്ങനെ ഞാൻ അവിടെ ആളെ വിട്ടു. അപ്പോഴത്തേക്ക് ഈ വാങ്ങാൻ വന്ന ആള് തിരിച്ച് റിട്ടേൺ പോയി, സാധനം കിട്ടൂലെന്നുണ്ട്. അങ്ങനെ ആ പോസ്റ്റ് അവിടുന്ന് വേറെ വീട്ടിലെത്തിച്ചു. അത് അവിടുന്ന് പൊട്ടിച്ച് അതിന്റെ ഫോട്ടോയൊക്കെ എടുത്ത് എനിക്ക് വാട്സപ്പ് അയച്ചു തന്നു. അത് വായിച്ചു നോക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് മഹാന്റെ പേരിൽ, അതായത് ഉപ്പിച്ചിയുടെ പേരിൽ വലിയൊരു ഇൻഷുറൻസ് തുക ഉണ്ടെന്നും ആ ഇൻഷുറൻസ് തുക വാങ്ങാൻ അവകാശികൾ മഹാന്റെ നിയമപരമായ അവകാശികളെല്ലാവരും സമ്മതം കൊടുത്തുകൊണ്ട് ആ ഒരു എമൗണ്ട് പൈസ നിസാമുദ്ദീന് വാങ്ങാൻ ഞങ്ങളെല്ലാവരും, അതായത് ഞാനല്ല, എൻ്റെ ഒപ്പിന്റെ ആവശ്യമില്ല, എൻ്റെ ഭാര്യ, ഉമ്മിച്ചി, അനിയൻ, അങ്ങനെ എല്ലാവരും മഹാന്റെ മറ്റുള്ള എല്ലാ അവകാശങ്ങളും കൂടി ഒപ്പിട്ട ഒരു കടലാസ് ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുത്തിട്ടുണ്ട്. അത് സത്യമാണോ എന്നറിയാൻ ഇൻഷുറൻസ് കമ്പനിക്ക് ചെറിയൊരു സംശയം തോന്നി ഇത് കൊണ്ടുവന്ന് കൊടുത്തത്. അങ്ങനെ അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന അവിടെ ഒരു ഈ പറയുന്ന എൻ്റെ ഭാര്യയുടെ ഉമ്മയുടെ, ഇത്താടെ, അനിയന്റെ, അനിയത്തിമാരുടെ എല്ലാവരുടെയും കള്ളവുപ്പ് അതിൻ്റെ അകത്തിട്ട് വ്യാജമായിട്ട് ഒരു രേഖ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് വ്യാജ ഒപ്പിട്ടിട്ട് ഈ പറയുന്ന ഇൻഷുറൻസ് ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുത്ത് ഈ പൈസ നിസാമുദ്ദീന്റെ പേരിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും സമ്മതം കൊടുത്തതായ ഒരു സെറ്റിൽമെന്റ് ഡീഡും അതുപോലെ തന്നെ സമ്മതിച്ചുകൊണ്ടുള്ള വേറൊരു പവർ ഓഫ് അറ്റോർണി അവിടെ കൊണ്ടുവന്ന് ഹാജരാക്കി. പവർ ഓഫ് അറ്റോർണി എന്ന് പറഞ്ഞത് മുക്തിയാർ അവിടെ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പൊ അതിൽ സംശയം തോന്നി. അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഈ പറയുന്ന നിസാമുദ്ദീന്റെ അടുത്ത് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയായിരുന്നു, വരേണ്ട സമയമായിരുന്നു. അങ്ങനെ വന്നു. ഈ ആളെ പിന്നെ ഒരാൾക്കും ചോദിക്കാനും കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. കളവ് കണ്ടുപിടിച്ചതോടുകൂടി ഈ ആളെ പിന്നെ ആരും കണ്ടിട്ടില്ല, ഉമ്മയും കണ്ടിട്ടില്ല, പെങ്ങന്മാരും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അതൊരു വിഷയം മാത്രമാണ്. എല്ലാ വിഷയവും ഞാൻ അവിടെ പറയുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായ തുടക്ക കാരണം ഒന്ന് പറഞ്ഞു. ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ എടുത്തു നോക്കിയപ്പോൾ ഓരോന്നും വിഷയമായി. നോക്കുമ്പോൾ അവിടെ ഒരു എല്ലാവർക്കും അറിയുന്ന പോലെ ഉപ്പിച്ചിക്ക് അവിടെ ഒരു ഐസ്ക്രീം കമ്പനി ഉണ്ടായിരുന്നു, അങ്കമാലിയിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ കമ്പനി ഉണ്ടായിരുന്നു, കുറെ വണ്ടികൾ ഉണ്ടായിരുന്നു, ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു, ബാങ്ക് അക്കൗണ്ടുകളിലൊക്കെ പൈസ ഉണ്ടായിരുന്നു. ഇതെല്ലാം അടപടലം തൂത്ത് സമൂലം ചേർത്ത് ഈ പറയുന്ന നിസാമുദ്ദീന്റെ പേരിലേക്ക് മാറാനായിട്ട് പലതരത്തിലുള്ള ഒന്നും രണ്ടുമല്ലാത്ത ഓരോന്നിലും ഓരോ വിധത്തിലുള്ള പവർ ഓഫ് അറ്റോർണികൾ ഈ പറയുന്ന ഉമ്മാടെയും ഇത്താടെയും അനിയത്തിയുടെയും അനിയന്റെയും എല്ലാവരുടെയും കള്ള ഒപ്പിട്ട് രേഖകൾ ഉണ്ടാക്കി കൊടുത്തേക്കാം. ആ സമയത്ത് അങ്ങനെ ഒരു പരാതിക്ക് പോകാനോ അല്ലെങ്കിൽ ഇതിനൊരു പ്രശ്നത്തിലേക്ക് പോകാനോ നിയമപരമായിട്ട് നീങ്ങാനുള്ള ഒരു തീരുമാനവും ഇല്ലാതിരുന്നൊരു സമയത്ത് കബീർ എന്റെ രണ്ടാമത്തെ അളി, അതായത് നിസാമിന്റെ തൊട്ട് താഴെയുള്ള, അന്നാണ് ഫസ്റ്റിലെ കൊണ്ടുപോയി പരാതി കൊണ്ടുപോയി കൊടുക്കുന്നത്. 29/12/2019 ഏതാണ്ട് ഒരു 12 മാസം എത്തിയപ്പോഴാണ് ഫസ്റ്റ് പരാതി. ഞാനല്ല കൊടുത്തത്, അഹമ്മദ് കബീറാണ് കൊടുത്തത്. അത് അന്ന് കൊടുത്തപ്പോൾ വ്യക്തമായിട്ട് ഈ പറയുന്ന വ്യാജരേഖകൾ ഉണ്ടാക്കിയ കഥകളും എല്ലാം പറഞ്ഞുകൊണ്ട് ആലുവ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, SP-ക്ക് കൊടുത്തു, മുകളിലൊക്കെ ആർക്കൊക്കെ കൊടുക്കാവോ അവർക്ക് എല്ലാവർക്കും കൊടുത്തു. അതേ സമയത്തിൽ തന്നെ അപ്പോഴത്തേക്കും സ്വല്പം സമയങ്ങൾ കഴിഞ്ഞിരുന്നു. അപ്പോഴത്തേക്കും കുറെ നാടകങ്ങളൊക്കെ ജീരാനിയിൽ അരങ്ങേറി. അവിടെ പിന്നെ പെട്ടെന്ന് ഒരു പ്രാന്തിയായ ഒരു സ്ത്രീ അവിടെ വന്നിറങ്ങി, കുറെ ഹാദറാത്തും കുറെ കാര്യങ്ങളൊക്കെയായി, സ്വപ്നം കാണലായി. അങ്ങനെ സ്വപ്നങ്ങളുടെ തുടക്കം അവിടെ നിന്ന് തുടങ്ങി. അപ്പൊ അന്ന് അവിടെ ആ സ്വപ്നം കാര്യങ്ങളും കണ്ടൊരു സ്ത്രീ അവിടെ വന്നിട്ട് അവിടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചത്. അങ്ങനെ അന്വേഷിച്ചുമൊക്കെ ചെന്നപ്പോ ഈ സ്ത്രീയും സ്ത്രീയുടെ ഭർത്താവും ഉണ്ട്. അപ്പൊ അന്ന് ആ സ്ത്രീ പറഞ്ഞ ഒരുവിധമുള്ള സൗണ്ടുള്ള വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ട്. നിങ്ങൾ അത്യാവശ്യം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ തന്നെ ഒന്ന് അന്വേഷിച്ചാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്താൽ ആ സ്ത്രീ എന്ന് പറഞ്ഞ വോയിസ് അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാം. അതിൻ്റെ അകത്ത് അന്ന് ആ സ്ത്രീ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ മഹാന്റെ മക്കാമിന്റെ അവിടെ വന്നിരുന്നുകൊണ്ട് കുത്തുബുസ്സമാൻ കള്ളനാണ്,
ബാവുസ്താദ് കള്ളനാണ്, റഹീം ഉസ്താദ് കള്ളനാണ്, നിസാമുദ്ദീൻ കള്ളനാണ്. അങ്ങനെ ആരെയും ഒഴിവാക്കിയിട്ടില്ല. അവിടെ ഇരുന്നിട്ട് AP ക്കാർ കള്ളനാണ്, സംസ്ഥക്കാർ കള്ളനാണ്. പ്രാന്തിക്ക് വായി തോന്നിയതെല്ലാം അവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് 1-2 പേരെ ഈ പറയുന്ന, അപ്പോഴത്തേക്കും നിസാമുദ്ദീൻ്റെ കൂടെ അത്യാവശ്യം ഈ കളവുകൾക്കെല്ലാം മറ പിടിക്കാനും എല്ലാത്തിനും കുറെ ആളുകളായി. അപ്പൊ അവരതിൻ്റെ അകത്ത് 1-2 പേരെ ഈ സ്ത്രീ കള്ളനാന്ന് പറഞ്ഞപ്പോൾ അത് മാത്രം എടുത്തു. ബാക്കി കുത്തുബുസമം കള്ളനാന്ന് പറഞ്ഞതില്ല, റഹീം ഉസ്താദ് പറഞ്ഞതില്ല. അങ്ങനെ പുള്ളിക്ക് വേണ്ടപ്പെട്ട 1-2 പേര് കള്ളനാന്ന് പറഞ്ഞതൊക്കെ ഇങ്ങോട്ട് അത് മാത്രം അതിൽ നിന്ന് ചുരണ്ടി ഇങ്ങോട്ട് എടുത്തു. അപ്പൊ ഈ സ്ത്രീ ഇങ്ങനെ അവിടെ താമസിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാനൊന്ന് അന്വേഷിച്ച് നിന്നപ്പോഴാണ് ഈ സ്ത്രീയുടെ കൂടെ ഭർത്താവ്. അപ്പൊ ഇത് ഭർത്താവാണോ ചെറിയ സംശയം തോന്നി ചോദ്യം ചെയ്ത് വന്നപ്പോ സ്ത്രീയുടെ കൂടെ ഉള്ളത് സ്ത്രീയുടെ ഭർത്താവല്ല. അപ്പൊ സ്ത്രീയുടെ അടുത്ത് ചോദിച്ചപ്പോ ആ സ്ത്രീ, ഞാൻ അവിടെ നിന്നാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മനാമിൽ നടന്ന കല്യാണത്തെ കുറിച്ച് കേൾക്കുന്നത്. ആ സ്ത്രീയാണ് പറഞ്ഞത്, ഇതെന്റെ ഭർത്താവാണ്, ഏത് മഹലിലാ നമ്പർ തട്ടി വിളിച്ചു ചോദിക്കട്ടെ എവിടെ വിവാഹം നടന്നാണെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല. അപ്പൊ അവരുടെ വിവാഹം മനാമിലാണ് നടന്നിരിക്കുന്നത്. ഞാൻ അന്ന് വളരെ അതിശയമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്. അപ്പൊ അവിടെ നിന്നാണ് മനാമിലെ വിവാഹം തുടങ്ങുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള കുറെ വിഷയങ്ങൾ കുടുംബപരമായിട്ടൊക്കെ ഉണ്ട്, അതൊന്നും ഇവിടെ എന്തായാലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഈ പറയുന്ന പരാതികൾ കൊടുത്തതിന്റെ കൂട്ടത്തിൽ പഞ്ചായത്തിലും പോലീസിലും 29 നേരത്തെ പറഞ്ഞ ഡേറ്റാണ് 29/12/19. അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പായിട്ട് 13/12/2019 ഈ പറയുന്ന അവകാശികൾ എല്ലാവരും കൂടി ഒപ്പിട്ടിട്ട് ഒരു പരാതി പഞ്ചായത്തിലും പോലീസിലും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു. ആ പരാതിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇവിടെ വീടിന്റെ ബാക്കിൽ ഉള്ള പള്ളിയുണ്ട്. ആ പള്ളിക്കകത്ത് ഇതുവരെ പതിവില്ലാത്ത ആളുകളാണ് വന്നു പോകുന്നത്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ശരിയല്ല. അവിടെ എപ്പോഴും ഗുണ്ടകളാണ്, പ്രശ്നങ്ങളാണ്. ഞങ്ങൾ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ തടയലാണ്, എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ, തല്ല്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ടും, അതുപോലെ തന്നെ അന്ന് പഞ്ചായത്തിന് കൊടുത്തതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് ഞാൻ കൊടുത്ത പരാതിയല്ല, ആ പരാതികൾ തപ്പിക്കഴിഞ്ഞാൽ ഇപ്പൊ ആരും വിവരാശം പോകണ്ട, എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന കാര്യം ഒരു പ്രാവശ്യം പറയുന്നുള്ളൂ. ഞാനീ സംസാരിച്ച് തീർക്കാൻ അല്ലാതെ ഇത് ചെയ്യട്ടെ, തീരുന്നവരുടെ എന്ത് കാര്യവും എൻ്റെ നമ്പർ ചോദിച്ചോടെ ആരുടെ കിട്ടും. അതിൻ്റെ അകത്ത് ആ സാധനം അവർക്ക് വാട്സപ്പ് ഇട്ട് പഞ്ചായത്തിനൊന്ന് കൊണ്ടുവന്ന് കൊടുത്ത പരാതിക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അനധികൃതമാണ് ബാക്കിലെ ബിൽഡിംഗ്. അതായത് മഹാന്റെ മക്കാമ് വളർന്നിരിക്കുന്ന ബിൽഡിംഗ്, മക്കാമ് ഇരിക്കുന്ന ആ കെട്ടിടം, അത് കൂടാതെ അവിടെ ബാക്കിലൊരു ക്യാൻറ്റീൻ ഉണ്ട്, അതിനും ഇതില്ല. അപ്പൊ അന്ന് പരാതി കൊടുക്കാനുള്ള കാരണങ്ങളായിരുന്നു. കാരണം ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നില്ല. അന്ന് പരാതി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടിയിരുന്നു. കാരണം എല്ലാം മഹാനാണ് അറിയാൻ പാടുള്ളൂ, എന്താണ് ഇതിന്റെ അവസ്ഥകൾ, കാര്യങ്ങൾ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ ഈ മക്കാമിന്റെ ആ സമയമായിട്ടൊക്കെ കേട്ടത് നിസാമുദ്ദീൻ മക്കാം ഇരിക്കുന്ന 10 സെന്റ് സ്ഥലം മാത്രം നിസാമിന്റെ ഭാര്യയുടെ പേരിലേക്ക് മാത്രം മാറ്റാൻ പോകുന്നു. അപ്പൊ ഇതിലൊക്കെ സത്യാവസ്ഥകൾ അറിയാനായിട്ടുള്ള ഓരോ കാര്യങ്ങൾ എഴുതി ചോദിച്ചപ്പോഴാണ് ഇതിന് നമ്പറില്ലാന്ന്, ഇതെല്ലാം അനധികൃത നിർമ്മാണമാണ്. അപ്പൊ അതിൻ്റെ അകത്ത് മനസ്സിലാക്കുന്നത് അനധികൃത നിർമ്മാണമാണ് എങ്കിൽ ഇത് അനധികൃതം മാറ്റി ഇത് ശരിയാക്കണമെങ്കിൽ ആരൊക്കെ വേണ്ടിവരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ പരാതികൾ അന്ന് കെബീർ കൊണ്ടുപോയി കൊടുത്തത്. അത് പരാതിയുടെ കോപ്പി എൻ്റെ അടുത്തുണ്ട്. പരാതി കൊടുത്ത സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ റെസിപ്റ്റും എൻ്റെ അടുത്തുണ്ട്. ഈ പരാതി രണ്ടും ഞാനാണ് കൊടുത്തതെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത് രണ്ടും കൊടുത്തിരിക്കുന്നത് കെബീറിന്റെ അന്ന് കൂടെ നിന്നൊരു മാമാണ്, ഷെരീഫ് എന്ന് പറയും, അത്യാവശ്യം വേണ്ടപ്പെട്ടവരൊക്കെ അറിയിരിക്കും. പുള്ളിയും കൂടി ചേർന്നാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഞാൻ ആ സമയത്ത് ഡൽഹിയിലായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരാണ് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പരാതി കൊടുത്തപ്പോൾ എൻ്റെ നമ്പർ കെബീറിന്റെ നമ്പറിന്റെ കൂടെ എൻ്റെ ഫോൺ നമ്പറും അതിനകത്ത് വെച്ചിട്ടുണ്ട്. അതന്ന് ഈ കാര്യങ്ങളൊക്കെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാനായതുകൊണ്ട് അങ്ങനെ എൻ്റെ നമ്പറും അതിനകത്ത് വെച്ചു. അങ്ങനെ കൊണ്ടുവന്ന് കൊടുത്ത പരാതിയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു 2-3 വാക്കുകളാണ്. ഞങ്ങളുടെ പിതാവിന്റെ ഭൗതിക ശരീരം ഞങ്ങൾ ആർക്കെങ്കിലും വിട്ടുകൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി നിസാമുദ്ദീന് മാത്രമായിട്ട് ആ ഇരിക്കുന്ന ജീലാനി എന്ന് പറയുന്ന സ്ഥലം ആണ് എങ്കിൽ തന്നെ
ഞങ്ങളുടെ പിതാവിൻ്റെ ഭൗതിക ശരീരം അവിടെ നിന്ന് എടുത്ത് ഞങ്ങളുടെ സ്വന്തം സ്ഥലത്തേക്ക് മാറ്റി അത് രണ്ടാമത് മറവ് ചെയ്ത് തരണമെന്നുള്ളൊരു വാക്ക് അതിൻ്റെ അകത്ത് പറഞ്ഞത്. അത് ഒരിക്കലും കൊണ്ടുവന്ന് പ്രാവർത്തികമാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഒരിക്കലും സർക്കാരൊന്നും അതിന് സമ്മതിക്കില്ല. പക്ഷെ അതൊക്കെ പറഞ്ഞത് പിന്നീട് ഇതിൻ്റെ അകത്തുള്ള കളവുകൾ ഒരുപാട് പുറത്തു കൊണ്ടുവരാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ആ കാര്യം അങ്ങനെ പരാതി കൊടുത്തപ്പോൾ ഈ പറയുന്ന ബിൽഡിംഗ് പൊളിക്കാനും അനധികൃതമാണ്. അവിടെ ഒരു മഹാന്റെ മക്കാമാണ് ഈ പറയുന്നത്. മക്കാമിന് മാത്രമല്ല, മഹാൻ യാത്ര ചെയ്ത് വഫാത്താവുന്നതിന് തൊട്ട് മുമ്പുള്ള കാലയളവിൽ തൊട്ട് ചേർന്ന് 4-5 മാസത്തിന് മുമ്പ് പണി തീർന്ന 4-5 മാസത്തിലുള്ള ക്യാൻറ്റീൻ പണി തീർന്നിട്ട് ആ ക്യാൻറ്റീൻ ബിൽഡിങ്ങിനും നമ്പറില്ല. ആ നമ്പർ ഇന്നും ഇല്ല. പിന്നെ അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ അത്ഭുതകരം എന്ന് പറയട്ടെ, മജ്‌ലിസിൽ തപ്പിയപ്പോൾ ഒരു പഴയ കരമടച്ച രസീത് കിട്ടിയതാണ്. അങ്ങനെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നേ ഈ പറയുന്ന ബിൽഡിങ്ങുകൾക്കൊക്കെ നമ്പർ ഇട്ട് പോയിരുന്നു. അങ്ങനെ ഒരു സാധനം. അപ്പൊ അങ്ങനെ ഈ ഒരു ആരോപണം അങ്ങനെ നിൽക്കുന്നു. അവിടെ അങ്ങനെ ബിൽഡിംഗ് പൊളിക്കാനായിട്ട് ഒരു പരാതി കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന ഡേറ്റിൽ ഇന്ന ആളാണ്. കബീർ മാത്രമല്ല കേട്ടോ, ഉമ്മച്ചിമാരുണ്ട്, പെൺമക്കളെല്ലാവരും ഉണ്ട്, എല്ലാവരും ചേർന്ന് കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ ആ വിഷയം നമുക്ക് അവിടെ നിർത്താം. പിന്നുള്ളത് ജീലാനി ശരീഫ്. ഇത് ഒരു ട്രസ്റ്റിന്റെ കീഴിലാണെന്ന് പറയുന്നു, ജീലാനി ട്രസ്റ്റ്. അതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ജീലാനി ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിന്റെ പേരിലാണ് ഈ സ്ഥലം വാങ്ങിയിരിക്കുന്നത്. കിഴക്കേ ദേശത്ത്, ആലുവ കിഴക്കേ ദേശത്ത് സ്ഥാപിതമായിരിക്കുന്ന ജീലാനി ട്രസ്റ്റിന്റെ പേരിൽ സ്ഥാപിതമായിരിക്കുന്ന ജീലാനി ട്രസ്റ്റിന്റെ പേരിൽ 2004 ഈ 2.25 ഏക്കർ ഭൂമിയുണ്ട്. അത് വാങ്ങുന്നത്. അത് വാങ്ങിയതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഇഷ്ടംപോലെ ഉസ്താദുമാർ പറഞ്ഞു. എങ്ങനെ വാങ്ങിയെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. 2004 വാങ്ങിയ ഭൂമി അത് വാങ്ങിക്കഴിഞ്ഞു. അതിനൊരു 2.5 വർഷത്തിന് ശേഷം 2006 അവിടെയൊക്കെ ഇഷ്ടംപോലെ രജിസ്റ്റർ ഓഫീസുണ്ട്. 2006 കോഴിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒരു ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് കിഴക്കേ ദേശത്ത് സ്ഥലം വാങ്ങി 2.5 വർഷത്തിന് ശേഷം കോഴിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിൽ ജീലാനി ട്രസ്റ്റ് എന്ന പേരിലൊരു ട്രസ്റ്റ് ഡീഡ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിരിക്കുന്നത് നിങ്ങളെല്ലാവരും അറിയുന്ന CP ഹുസൈൻ അൽ കാസിമി, പിന്നെ നമ്മുടെ ആലുവയിൽ തന്നെയുള്ള അലിയാർ ഹാജി. അത് ഒരു 10-ാം തീയതി എഴുതി 17-ാം തീയതിയുടെ ഇടയിലാണ്. 10-ാം തീയതി എഴുതിയ സാധനം 17-ാം തീയതിയാണ് അവിടെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2 പേരാണ് അതിൻ്റെ അകത്ത് ഒപ്പിട്ടിരിക്കുന്നത്, CP ഹുസൈൻ അൽ കാസിമും അലിയാർ ഹാജി. വേറെ അതിൻ്റെ അകത്ത് ബാലൻസ് ആയിട്ട് ഒരു 13ഓളം പേരുണ്ട്. 15 പേരാണ് മൊത്തം, അല്ലെ? 13ഓളം പേരുണ്ട്. ഈ 13 ആളുകളുടെ 15 ആള് മൊത്തം. മഹാന്റെ പേരുണ്ട്, നിസാമുദ്ദീന്റെ പേരുണ്ട്, എല്ലാവരുടെയും പേരുണ്ട്. പക്ഷെ അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത് ഈ പറയുന്ന CP ഹുസൈൻ അൽ കാസിമി, ഈ പറയുന്ന അലിയാർ ഹാജി മാത്രം. വേറെ ആരുടെയും ഒപ്പില്ല. അപ്പൊ തന്നെ ആ സാധനം അസാധുവാണ്. അത് അസാധുവാകാനുള്ള കാരണങ്ങൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ കേസുകൾ കുറെ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഭൂമി ഒരിക്കലും 2004 വാങ്ങിയ ഭൂമി 2006 ഉണ്ടാക്കിയ ട്രസ്റ്റിന് കിട്ടില്ല എന്നുള്ളതൊക്കെ അറിയുന്നത് പിന്നീടാണ്. അപ്പൊ ആ ഒരു സമയത്ത് ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉസ്താദുമാരെല്ലാവരും എന്നെയാണ് ഏൽപ്പിച്ചത്. അതിന്റെ മുക്തിയാർ ഒപ്പിട്ട് ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് 2 കേസാണ് കൊടുത്തിരിക്കുന്നത്, ആലുവ കോടതിയിൽ മാത്രം. ആ കൊടുത്ത സമയത്ത് അതിൻ്റെ അകത്ത് ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ മുക്തിയാർ നിന്ന് കൊടുത്ത കേസിൻ്റെ അകത്ത് കേസ് കൊടുക്കുമ്പോൾ ഏതുമായിട്ട് ബന്ധപ്പെട്ട് കേസ് കൊടുക്കുന്നു അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കോടതിയിൽ വളരെ വ്യക്തവും സത്യവുമായിട്ട് ബോധിപ്പിക്കും. അല്ലെങ്കിൽ ആ കേസ് കൊണ്ട് കാര്യമില്ല. അങ്ങനെ അപ്പൊ അന്നത്തെ സമയത്ത് നോക്കുമ്പോൾ 2006 രജിസ്റ്റർ ചെയ്ത് 2020 ഏതാണ്ട് 15 വർഷമായിട്ട്
ഈ പറയുന്ന ട്രസ്റ്റിന്, ഇവര് കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത ട്രസ്റ്റിനാണ് ഈ പറയുന്നത്. അതിന് ഈ പറയുന്ന ആലുവര ഭൂമിയായിട്ട് ബന്ധമുണ്ടോ ഇല്ല എന്നൊക്കെ അറിയാനുമാണ് ഇത് കൊടുക്കുന്നത്. ആ ട്രസ്റ്റിന് ഈ 15 വർഷമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒരു തുണ്ടുകടലാസ് പോലും ഇല്ല, ഒരു ലൈസൻസ് ഇല്ല. 3 വർഷം കൂടുമ്പോൾ കട്ടൻട്രി ആയിട്ട്, അതായത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടിയിരുന്ന ഓഡിറ്റിംഗ് റിപ്പോർട്ടുകളില്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല. കാരണം അതിന്റെ കീഴിൽ ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിന്റെ ഒന്നുമില്ല. അപ്പൊ ആ കാര്യങ്ങള് സത്യമായിട്ട് കോടതിയിൽ ബോധിപ്പിക്കേണ്ടത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതി കോടതിയിൽ കൊടുത്തപ്പോ ഇതിന് അക്കൗണ്ട് ഇല്ല, ഇതുവരെ മീറ്റിംഗ് കൂടിയിട്ടില്ല, മിനിറ്റ്സ് ഇല്ല, കണക്ക് കാണിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം സത്യമായിട്ട് തന്നെയാണ് കോടതിയിൽ ബോധിപ്പിച്ചത്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഈ പറയുന്ന കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത ജീലാനി ട്രസ്റ്റ് എന്ന പേരിൽ ട്രസ്റ്റ് ചെയ്തിരിക്കുന്നതിന് ഈ പറയുന്ന ഒന്നും ഇന്നുമില്ല. അങ്ങനെ അവിടെ കോടതിയിൽ കൊണ്ടുവന്ന് കൊടുത്തു. ഇവിടെ കണക്ക് കാണിക്കണം, മീറ്റിംഗ് കൂടണം. കാരണം എന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും അവിടെ നിസാമുദ്ദീന്റെ കൂടെ കൂടി ഒരു വിഭാഗം അവിടെ നിസാമുദ്ദീന്റെ കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന് കണ്ടതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാവരും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നു. പക്ഷേ ജീലാനി എന്ന് പറയുന്ന പ്രസ്ഥാനം അത് ഈ കാണുന്ന ആയിരക്കണക്കിന് മുരീദന്മാർക്ക് എല്ലാവർക്കും വേണ്ടതുകൊണ്ട് അതിനെ സംരക്ഷിക്കണമെന്നുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. ജീലാനിയുമായിട്ട് ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങളിലേക്ക് ഈ പറയുന്ന 5 പേര് എന്നെ മുക്തിയാറെ ഏൽപ്പിച്ചു. ഞാൻ കൊണ്ടുപോയി കേസ് കൊടുത്തു. അപ്പൊ അതിൻ്റെ അകത്ത് പറഞ്ഞ സത്യങ്ങൾ ഇന്നതാണ്. അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ പറയുന്ന പള്ളി ഒരു മഹല്ലായിട്ട് നിയമിച്ചിട്ടില്ല. അതൊക്കെ പിന്നീട് വരാൻ പോകുന്ന തലവേദനകൾ ഓർത്തിട്ടാണ് അതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞത്. ഈ പള്ളിയുടെ ചുറ്റളവില് 5 കിലോമീറ്റർ ചുറ്റളവില് ഇഷ്ടംപോലെ ഖബർസ്ഥാനുകളുണ്ട്. പിന്നെ ഈ പറയുന്ന വഫാത്തായി എന്ന് പറയുന്ന അന്ന് ആലുവ SP ഓഫീസിലുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിലുള്ള പോലീസുകാർ വന്നിട്ട് ഞാനാണ് സംസാരിച്ചത്. അവിടെ ആരോ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഖബർസ്ഥാൻ അല്ലാത്ത സ്ഥലത്ത് ഖബറ് കുത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അന്ന് ഈ പറയുന്ന നിസാമുദ്ദീൻ പഞ്ചാബില മഹാൻ വഫാത്താവണം, ഇവിടെ ഇല്ല. ഇല്ലാതെ ഇരുന്ന ഏക ആളും നിസാമുദ്ദീനാണ്. അങ്ങനെ ഈ പറയുന്നത് പോലെ തന്നെ കേസ് കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന വിവരങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇല്ലാന്നുള്ള ഈ സ്പെഷ്യൽ ബ്രാഞ്ച് വന്നെന്നുള്ളതൊക്കെ അവിടെ തെളിവാണ്. അവർ വന്ന് സംസാരിച്ചത് എൻ്റെ അടുത്ത് ചോദിച്ചെഴുതി വാങ്ങിക്കൊണ്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇതെല്ലാം കോടതിയിൽ പറഞ്ഞപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും കോടതിയിൽ സത്യമായിട്ട് തന്നെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്ത് ചെയ്തേക്കുന്നു എന്ന് വെച്ചാൽ ഇതിന് ശേഷം ഞങ്ങള് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒന്ന് മഹാന്റെ മക്കാമ്, അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അത് നിസാമുദ്ദീന് മാത്രം. ഇനിയിപ്പോ ആര് വന്ന് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാലും, ഇനിയിപ്പോ ഏത് തമ്പുരാനാണെങ്കിലും വിഷയമല്ല, ആര് സ്വപ്നം കണ്ടാലും ഒരു പ്രശ്നമല്ല. അതിൻ്റെ അകത്ത് ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അപ്പൊ അതില് എല്ലാ മക്കൾക്കും ഭാര്യമാർക്കും അവകാശമുണ്ട്. അവർക്ക് ആർക്കും അങ്ങോട്ട് കയറാൻ പാടില്ല. അവിടെ ഗുണ്ടകളായി, ഇവരെ തല്ലലായി, തടയലായപ്പോൾ ആർക്കും കയറാൻ പാടില്ലാത്ത അവസ്ഥ വന്നപ്പോൾ ആണ് ഈ കൊണ്ടുവന്ന് കേസ് കൊടുത്തത്. ആ കേസ് കൊടുത്തപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഇത് അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുക, അതുപോലെ തന്നെ ഇത് സംരക്ഷിക്കുക എന്നുള്ള കേസിൽ ഇതിന് ബിൽഡിംഗ് ഇല്ല എന്നുള്ളത്. ഇത്രയും കാലമായി 5.5 വർഷം എനിക്ക് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. 5.5 വർഷം അങ്ങനെ വലിയ നീണ്ട കാലമാണെന്ന് ആളുകൾക്ക് തോന്നുന്നുണ്ട്. എനിക്കെന്തോ വളരെ ചെറിയൊരു കാലഘട്ടമായിട്ടാണ് തോന്നുന്നത്. 5.5 വർഷമായി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവര് ചെയ്തപ്പോൾ നോക്കിയപ്പോ ഇനി അടുത്തത് മുരീദന്മാരെ തമ്മിൽ എങ്ങനെ ആശങ്കയിലാക്കാം, അവരെങ്ങനെ കുഴപ്പത്തിലാക്കാം എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഞങ്ങൾ ഫാമിലിയിൽ നിന്ന് കൊടുത്ത കേസും ഉസ്താദ്മാര് മുത്തിയാർ വെച്ച് കൊടുത്ത കേസും രണ്ടും കൂടി എടുത്ത് കൂട്ടി ജോയിന്റ് ചെയ്ത് ഞങ്ങൾ കൊടുത്തതിൻ്റെ അടിയിൽ ഉസ്താദ്മാരുടെ പേരൊക്കെ വെച്ചിട്ട് അത് കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് വെച്ച് രണ്ടും കൂടി കൂട്ടി ചേർത്ത് ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് ഒരു പ്രചാരണമൊക്കെ നടത്തി ഉസ്താദ്മാരിങ്ങനെ ഖബറ് പൊളിക്കാൻ, അവർ അവിടെ മക്കാമെന്നല്ല പറഞ്ഞു, ഖബറ് പൊളിക്കാൻ കേസ് കൊടുത്തു എന്നാണ്. അങ്ങനെ ഖബറ് പൊളിക്കാൻ ഒരു കേസും ഉസ്താദ്മാരും കൊടുത്തിട്ടില്ല, മക്കാമ് പൊളിക്കാനും കേസ് ഈ പറഞ്ഞ ഉസ്താദ്മാരും കൊടുത്തില്ല.
അത് കൊടുത്തിരിക്കുന്നത് ഫാമിലിയിൽ നിന്നാണ്. അത് ആദ്യത്തിലെ കൊടുത്തത് എൻ്റെ രണ്ടാമത്തെ അളിയൻ അഹമ്മദ് ഗബീറുമാണ്. ഞാനും അല്ല കൊടുത്തത്. അത് കൊടുത്തതിൻ്റെ പിന്നിലൊക്കെ വ്യക്തിപരമായ ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങൾ. അത് കൊടുത്തു. പിന്നീട് പല അവസരങ്ങൾ കയറി വന്നു. ഈ കബീർ എന്ന് പറയുന്ന ആള് കൂടെ നിന്ന് പതൊക്കെ കാലുവാരി. അന്ന് കബീർ നിന്ന സമയത്ത് ഇവിടെ തന്നെ വളാഞ്ചേരിയുടെ തന്നെ പരിപാടിക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം എന്തുകൊണ്ടൊക്കെയോ ചേട്ടന്റെ കൂടെ കൂടി എന്തെങ്കിലും സാമ്പത്തികമായ ലാഭങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അതിന്റെ ബാക്കിൽ പോയി. ഇനി ആ സാധുവിന്റെ ഇനി വരാൻ പോകുന്ന അവസ്ഥ എന്താന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് പിന്നീട് ഈ കേസുകളെല്ലാം ഞാൻ ഏറ്റെടുക്കുന്നത്. എൻ്റെ പേരിൽ എനിക്ക് കേസ് കൊടുക്കാനൊന്നും കഴിയില്ല. കാരണം ഞാനൊരു ഈ പറയുന്ന മഹാന്റെ നിയമപരമായ ഒരു അവകാശമൊന്നുമില്ല. എൻ്റെ വൈഫാണ് അവകാശം. അങ്ങനെ കേസുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തപ്പോൾ പിന്നീട് എല്ലാത്തിനും കബീറിന്റെ പേര് മാറി, മറ്റുള്ളവരെ അവകാശികളുടെ പേരിലേക്ക് മാറി. കാരണം കബീർ പല കേസുകളും ഇവർ സ്ത്രീകളെ എല്ലാവരും കൂടെ നിന്ന് ഒന്നിച്ചു കൊടുത്ത കേസുകൾ ആരും അറിയാതെ പിൻവാതിലും കൂടെ പോയി പുള്ളി പിൻവലിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായപ്പോൾ കേസുകളുടെയൊക്കെ രൂപങ്ങൾ മാറി. ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ട് അവരവരുടെ കേസുകൾ കൊടുക്കുന്ന ഘട്ടത്തിലേക്ക് വന്നു. അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ പേരിൽ കുറെ കള്ള കേസുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. ആ സമയത്ത് തന്നെയാണ് ഈ പറയുന്ന മക്കാമ് വ്യക്തമായിട്ട് പൊളിക്കണം എന്ന് വളരെ വ്യക്തമായിട്ടൊരു കേസ് രണ്ടാമത് കൊടുത്താള് ഞാൻ. അതാ ഓർഡറിൻ്റെ അകത്ത് എൻ്റെ പേര് തന്നെയാണ്. പിന്നെ എനിക്ക് ആ പരാതി ഇപ്പൊ ഇവര് 5 പേരെ എനിക്ക് മുക്തിയാർ തന്നത് കൊണ്ട് ഞാൻ കൊടുക്കുന്ന എല്ലാ കേസുകളും പരാതികളും ഒന്നും ഈ മുക്തിയാർ തന്നവരുടെ തലയിലല്ല ഇരിക്കുന്നത്. ഞാൻ പേഴ്സണലായിട്ട് 47ഓളം കേസുകൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി നടത്തുന്നുണ്ട്. ഈ 47 കേസ് കൂടാതെയുള്ളതാണ് മുക്തിയാർ തന്ന ജീലാനി ട്രസ്റ്റ് എന്ന ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉസ്താദന്മാരുടെ കേസുള്ളത്. ആ കേസ് ഇന്നും തീർന്നിട്ടില്ല, അനങ്ങിയിട്ടുമില്ല. ആ കേസ് ഒന്നും ആവില്ല എന്ന് കണ്ട ആ കേസ് അങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നു. ആ കേസ് അവിടെ കൊടുത്തു. ആ കേസിൻ്റെ അകത്ത് കോടതി വളരെ കാര്യമായിട്ടൊരു കണ്ടെത്തി. ജീലാനി ട്രസ്റ്റ് എന്ന് പറയുന്ന കോഴിക്കോട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ട്രസ്റ്റ് ഒരു പബ്ലിക് ട്രസ്റ്റാണ്. 7 പേജുള്ള ഏതാണ്ട് ഒരു 7 പേജ് ഓളം ഉണ്ട് ആ വിധി പകർപ്പ്. 242 എന്ന് പറയുന്ന കേസിൻ്റെ അകത്ത് ചെറിയൊരു വിധിയുള്ളതാണ്. ഇതൊരു പബ്ലിക് ട്രസ്റ്റ് ആണെന്ന് കണ്ടെത്തി. 1 പേജുള്ളൂ ആ വിധി. അതുപോലെ തന്നെ അതേ കേസിലെ തന്നെ IE എന്ന് നമ്പർ ഇട്ടിട്ടുള്ള ഒരു വിധിപ്പകർപ്പും കൂടി ഉണ്ട്. 11/9/2020. ആ വിധിപ്പകർപ്പിന്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, കോഴിക്കോട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ട്രസ്റ്റ് ഒരു പബ്ലിക് ട്രസ്റ്റ് ആണ്. ഇത് പ്രൈവറ്റ് അല്ല. ഞാനന്ന് വാദിച്ചത് പ്രൈവറ്റ് ആണ്. അതിന്റെ കൂടെ കൂട്ടിച്ചേർന്നുകൊണ്ട് 7 പേജിന്റെ അകത്ത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി കോടതി അതിൻ്റെ അകത്ത് കണ്ടെത്തി. ഈ കോഴിക്കോട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ട്രസ്റ്റിന്റെ ആകെ മൂലധനം 10,000 രൂപ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ കിഴക്കേ ദേശത്തുള്ള 2.25 ഏക്കർ സ്ഥലത്തിന്റെ കാര്യം ഒന്നും പറയുന്നില്ല. അതിന്റെ അവകാശം ആർക്കാണ്? അതായത് കോഴിക്കോട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ട്രസ്റ്റിന് ആകെ മൂലധനം 10,000 രൂപയാണ്. അപ്പൊ ഞാനത് പ്രൈവറ്റ് ആണെന്ന് വാദിച്ചു. ഒരു വ്യക്തിക്കൊന്നല്ല, മൊത്തം 10,000 രൂപ. കോഴിക്കോട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ട്രസ്റ്റിന്റെ ആകെ മൂലധനം അന്നും ഇന്നും 10,000 രൂപയാണ്. ഇന്ന് ഈ സമയം വരെ കോടതിയിൽ അത് 10,000 രൂപയുടെ മുകളിൽ 100 രൂപ ഉണ്ടെന്ന് ഒരു സ്ഥലത്ത് തെളിയിച്ചിട്ടില്ല. 10,000 രൂപ ഉണ്ടെന്നാണ് ഡീഡിന്റെ അകത്തുള്ളത് കോടതി കണ്ടെത്തിയത്. അപ്പൊ ആ പകർപ്പിന്റെ അകത്ത് ഇപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ സംസാരിക്കുമ്പോൾ പബ്ലിക് ട്രസ്റ്റ് ആണെന്ന് കണ്ടു, കോടതി ഓടിപ്പോക്കോളാൻ പറഞ്ഞു. അതല്ല, 7 പേജുണ്ട്. മൊത്തം വായിക്കും. കിതാബ് വായിച്ച എല്ലാ പേജും വായിക്കും. അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ഉസ്താദുമാരുടെ അടുത്ത് പറഞ്ഞത്, ട്രസ്റ്റിന്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. ട്രസ്റ്റിന്റെ അവസ്ഥ ഇതാണ്. പിന്നെ ഇതൊരു പബ്ലിക് ട്രസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഭാവിയിലേക്ക് വരാൻ പോകുന്ന ദൂഷ്യങ്ങൾ ചെറുതൊന്നുമല്ല, വലിയ വിഷയങ്ങളിലേക്ക് വരും. പബ്ലിക് അതിൻ്റെ അകത്ത്, പൊതുജനം അതിൻ്റെ അകത്ത് കയറും. പബ്ലിക് ട്രസ്റ്റ് ആകുമ്പോൾ ഈ പറയണമാതിരി നേരത്തെ കണക്കുകൾ കാര്യങ്ങൾ എല്ലാം വേണം. ഇതൊന്നുമില്ല. പ്രൈവറ്റ് ട്രസ്റ്റ് ആണെന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട. പ്രൈവറ്റ് ട്രസ്റ്റിന് ഡീഡും വേണ്ട, ഒന്നും വേണ്ട. അത് മഹാൻ ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിരുന്നു എന്നുള്ളൊരു വാക്ക് മാത്രം. അങ്ങനെ ആ ഒരു വാക്ക് വെച്ചിട്ട് ആലുവ കോടതി ഈ കേസ്
ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇത് 2.25 ഏക്കർ സ്ഥലമുണ്ട്. ഈ പറയുന്ന ചെറിയ കോടതിയിലൂടെ നിൽക്കില്ല, നിങ്ങൾക്ക് കൺസേൺഡ് ആയിട്ടുള്ള അടുത്ത കോടതിയിലേക്ക് പോകാം എന്ന് പറഞ്ഞൊരു വിധി തന്നു. എന്നാരും ഓടിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ മൂല്യം കൂടും. സാധാരണ ഒരു ചെറിയ കോടതിയിൽ ഇത്ര എമൗണ്ട് വരെയുള്ള കേസാണ് ചെറിയ കോടതിയിൽ നിൽക്കുന്നത്. സ്ഥലത്തിന്റെ വാല്യൂ അനുസരിച്ചിട്ട് അടുത്ത കോടതിയിലേക്ക് പോകും. അങ്ങനെ അവിടെ നിന്നും ആ കേസ് നേരെ പറവൂർ കോടതിയിലേക്ക് പോയി. 2 കേസുണ്ടായിരുന്നു. 2 കേസിൻ്റെ അകത്തും അതുപോലെ തന്നെ ഒരു കേസിൻ്റെ അകത്ത് ഞാൻ തന്നെ തിരിച്ചു വാങ്ങിച്ചു കൊടുത്തിട്ട് വളരെ വ്യക്തമായിട്ട് പറവൂർ കൊണ്ടുവന്നു. OS 60 എന്ന് പറയുന്ന നമ്പറിൽ ഒരു കേസ് പറവൂർ കോടതിയിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് വലിയ താമസിയാതെ അതിന് നല്ലൊരു വിധി വരും. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയും മറ്റുള്ള മഹാന്റെ എല്ലാ മുരിതന്മാരും ആഗ്രഹിക്കുന്നത് പോലെ അവിടെ ജീലാനിയിൽ പോകാനും മക്കാമിൽ പോകാനും അവിടെ സ്ഥിരമായിട്ട് സലാത്തിന് പങ്കെടുക്കാനും സലാത്ത് നല്ല വിധത്തിലൊക്കെ നടത്താനും ഒക്കെ ഉള്ളൊരു അവസരങ്ങൾ എല്ലാവർക്കും കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഈ പറയുന്ന ജീലാനി ഷെരീഫിൻ്റെ ആയിരിക്കുന്ന സ്ഥലങ്ങളും ഈ കാര്യങ്ങളും എല്ലാം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് നാളായിട്ട് കുറേ കേസുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ബാക്കിലൊരു പാലം വരുന്നുണ്ട്, ഒരു ഇതുള്ള എല്ലാവർക്കും അറിയാം. റെയിൽവേയുടെ ഒരു ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്. അതിന്റെ പേരിൽ സർക്കാർ കുറെ പൈസ അനുവദിച്ചു. ആ സ്ഥലം സർക്കാർ ഏറ്റെടുക്കുന്നതുകൊണ്ട് ആ പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ CP ഹുസൈൻ അൽ കാസിമി എന്ന് പറയുന്ന ആള് വലിയൊരു അപേക്ഷ കൊണ്ടുപോയി വെച്ചു. അതിനെതിരെ കേസ് കൊടുത്തു. ആ കാശ് കിട്ടിയില്ല, അത് തടഞ്ഞു. ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞൊരു 2-3 മാസം മുമ്പ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് CP ഹുസൈൻ അൽ കാസിമി കൊണ്ടുപോയി വീണ്ടും കേസ് കൊടുത്തു. ആ കേസ് കൊടുത്തതിന് നമ്മൾ ആരും ഉദ്ദേശിക്കുന്നതിന് മുകളിൽ പൈസ സർക്കാരിലേക്ക് അടച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 10-65 ലക്ഷം രൂപ അടച്ചിട്ടാണ് ആ കേസ് കൊടുത്തിരിക്കുന്നത്. ആ ഭൂമി നിലമായിട്ടാണ് കിടക്കുന്നത്. അത് തരം മാറ്റി എങ്ങനെയെങ്കിലും പേരിലാക്കാൻ വേണ്ടിയിട്ട് പൈസ കൊണ്ടുപോയി അടച്ചു. ആ പൈസ അടച്ചിട്ട് കുറേ ആയി. കോടതിയിൽ കൊടുത്തപ്പോൾ അടുത്താണ്. കോടതിയിൽ കൊടുക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈ ഭൂമി കൈ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്യുന്നതെന്ന് അറിഞ്ഞു. ഞാൻ അതിന്റെ ബാക്കിൽ കൂടെ പോയപ്പോൾ അതിൻ്റെ അകത്തും സർക്കാർ കയറി പൈസ അടച്ചത് പോയി. ഭൂമി അവരുടെ അല്ല, തരാൻ കഴിയില്ല. കാരണം ഇതിന്റെ അവകാശം ഇതുവരെ നിർണയിക്കപ്പെട്ടിട്ടില്ല. ഈ ഭൂമിയുടെ അവകാശം നിർണയിക്കപ്പെടുമ്പോൾ ആർക്കാന്ന് വെച്ചാൽ ആ ഭൂമി അവർക്ക് കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഇതിന്റെ അകത്തേക്കൊക്കെ പോകാനുണ്ടായ കാരണം മഹാന്റെ ഇപ്പൊ ഈ നിസാമുദ്ദീന്റെ പ്രവൃത്തികൾ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് മാറി നിന്ന ഉസ്താദന്മാരൊക്കെ മുരീദന്മാര് ഉസ്താദന്മാര് പൊതുജനങ്ങൾ ആർക്കും ഈ പറയുന്ന ജീലാനി ഷെരീഫിൽ പോകാൻ പാടില്ല. ആർക്കും അവിടെ കയറാൻ പറ്റാത്ത അവസ്ഥ. ഉമ്മ ചെന്നാൽ കയറാൻ പറ്റില്ല, പെങ്ങന്മാര് ചെന്നാൽ കയറാൻ പറ്റില്ല. ഗുണ്ടകളാണ് എല്ലാവരും. തല്ലായി, എല്ലാവരും തല്ലായി. കേസുകൾ നടക്കുന്നുണ്ട്. ഈ പറയുന്ന നിസാമുദ്ദീനെതിരെ ക്രൈംബ്രാഞ്ചിൽ കേസുണ്ട്. ഈ പറയുന്ന ഉമ്മമാരെ തല്ലിയതിന് കേസുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വ്യാജ ഒപ്പും തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ക്രൈംബ്രാഞ്ചിൽ പോലീസിലും ഒക്കെ കേസ് നടക്കുന്നുണ്ട്. ഈ കേസുകൾ എല്ലാം അതിനെ മുറക്കി നടക്കുന്നുണ്ട്. പിന്നെ ഈ കള്ളവൊപ്പും വ്യാജരയൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ചിട്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് പോയി വരണം. ഫോറൻസിക് ലാബിൽ അതിന് നല്ല താമസമുണ്ട്. ആ ഒരു താമസത്തിന് മാത്രം വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന കേസുകളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ പുള്ളി കണ്ടെത്തിയ ഒരു പ്ലാനാണ് ജീലാനിയിലേക്ക് ആരും കയറ്റാതിരുന്നാൽ എല്ലാവരും ശരിയായി. അപ്പൊ അങ്ങനെ ഒരു സുപ്രഭാതത്തിന് എന്ന് പറയാൻ പറ്റില്ല. സുപ്രഭാതം എന്ന് പറയുമ്പോൾ നാളെ ഉസ്താദ് പറഞ്ഞൊരു നല്ല ദിവസം. ഒരു ദിവസം പുള്ളിക്ക് അവിടെ തോന്നി ആദ്യം ഉമ്മാനെ കൊണ്ട് അംഗീകരിപ്പിക്കാം. അങ്ങനെയാണ് ഉമ്മാനെ വിളിക്കുന്നതൊക്കെ വളരെ മോശമായ വാക്കുകളാണ്. പിരിയടിച്ച് എന്നാണ് ഉമ്മാനെ വിളിക്കുന്നത്. തള്ള, പിന്നെ പിഴച്ച സ്ത്രീ. പെങ്ങന്മാരൊക്കെ വിളിക്കുന്നത് പിഴകള്. പെങ്ങന്മാരൊക്കെ പിഴച്ചതാണ്. പെങ്ങന്മാരുടെ പിള്ളേരും പിഴച്ചതാണ്. നിസാമുദ്ദീൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മഹാൻ പിച്ചിക്കുള്ള ഏക നല്ലൊരു മകൻ എന്ന് പറഞ്ഞത് നിസാമുദ്ദീൻ മാത്രമാണ്. ഉമ്മ പിഴ, പെങ്ങന്മാര് പിഴ, പെങ്ങന്മാരുടെ മക്കള് പിഴ. മഹാനെ കൂടെ നിന്ന് ഈ ദൈവത്തിനും കാര്യങ്ങളൊക്കെ കാലങ്ങളായിട്ട് കൂടെ നിന്നവരെല്ലാവരും ചാത്തനും പോത്തനും. അങ്ങനെ ഒന്നുമില്ല. പുള്ളി ഒരാൾ മാത്രം ഇങ്ങനെ വലിയ മഹത് വ്യക്തിയും വലിയ എന്തൊക്കെയോ കറാമത്തോളം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു 3.5 വർഷത്തോളമായിട്ടുണ്ട് ഈ പറയുന്ന ആൾ ഉമ്മാനെ കണ്ടു. സ്വന്തം മാതാവിനെ ദീനിനെതിരാന്നാണ് പറയണത്. ഉമ്മ
പിന്നെ ഉമ്മയുടെ കാലിൻ്റെ അടിയിലൊന്നും അല്ല സ്വർഗം എന്നാണ് പുള്ളിയുടെ കണ്ടെടുത്തത്. വേറെ എവിടെയൊക്കെയോ സ്വർഗം ഇരിക്കുന്നു. പിന്നെ കുടുംബവും വിഷയമല്ല, പെണ്ണുങ്ങളും പ്രശ്നമല്ല, ആരും പ്രശ്നമല്ല. മുരിതന്മാർക്ക് വേണ്ടി ജീവിക്കുന്നു. ഏത് മുരിതന്മാർക്കാണ് എന്താണെന്നുള്ളത് അറിയില്ല. അങ്ങനെ ഒരു 3.5 വർഷം മുമ്പാണ് ഒരു ദിവസം നേരെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഉമ്മ അടുത്ത് തള്ളെ, ഈ കാണാവുന്ന ആൾക്കാരൊക്കെ എന്നെ അംഗീകരിച്ചു, ഞാൻ മഹദി ഇമാമാണ്, ഞാൻ അള്ളായാണ്, തള്ളെ നിങ്ങൾക്ക് എന്താ എന്നെ അംഗീകരിച്ചാന്ന് ചോദിച്ചു. ഉമ്മാടെ അടുത്ത് എന്തോ പറഞ്ഞു. ആദ്യം ഒന്ന് ഉമ്മാനെ തല്ലി, ഒന്ന് തല്ലിയപ്പോൾ അറിയാതെ പറ്റിയതാന്ന് വയ്ക്കാം. വീണ്ടും കൈ പൊക്കി രണ്ടാമത് തല്ലിയപ്പോഴാണ് ഉമ്മ കൈവച്ച് തടുത്തത്. അങ്ങനെ ഉമ്മയുടെ കൈമ കിടന്നിരുന്ന വള കൊണ്ടാണ് ഉമ്മയുടെ കൈയെന്ന് സുഖലാതെ ആയത്. മോൻ ചെന്ന് ഉമ്മാനെ തല്ലിയ കഥയാണ്. അതിനൊക്കെ ഹദീസുണ്ട് അവരുടെ കയ്യിൽ, ഉമ്മാനെയൊക്കെ തല്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോ ഇത് ഞാൻ നുണ പറയുന്നതാണ് എങ്കിൽ ഈ ഉമ്മ എന്ന് പറയുന്നത് എൻ്റെ വൈഫിന്റെ ഉമ്മയാണ്. ഈ പറയുന്ന ഈ പുതിയ ഷെയ്ഖ് അള്ളാന്ന് പറയുന്ന ആളുടെ സ്വന്തം ഉമ്മയാണ്. ഇപ്പൊ ഹയാത്തിലുണ്ട്. ആരാ എപ്പോഴാ മരിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഇനി ഇത് പിന്നീട് എപ്പോഴേലും വന്നേച്ചും സ്വപ്നം കണ്ടു, കുഴപ്പമൊന്നുമില്ല, അത് ഉമ്മ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഹയാത്തിലിരിക്കുമ്പോ തന്നെ ഒരു വോയിസോ വീഡിയോയോ എന്തെങ്കിലും ഇപ്പൊ തന്നെ റെക്കോർഡ് ചെയ്ത് കയ്യിൽ വെക്കണം. അങ്ങനെ സംഭവിച്ചിട്ടില്ല എങ്കിൽ, കാരണം ചെറിയൊരു ആരോപണമല്ല. ഇന്നത്തെ നമ്മുടെ ഇസ്മായിൽ ഫൈസി പറയുന്നത് പോലെ ഇന്നത്തെ കാലഘട്ടത്തിനെ പിടിച്ചു നിർത്തുന്ന, അല്ലെങ്കിൽ ഇന്ന് ലോകം നിയന്ത്രിക്കുന്ന, ലോകം പിടിച്ചു നിർത്തുന്ന ഇപ്പോഴത്തെ പുതിയ കുത്തുബ്, അവരുടെ നിസാമുദ്ദീൻ ഔലിയാക്കെതിരെയുള്ള വലിയൊരു ആരോപണമാണ് സ്വന്തം ഉമ്മാനെ തല്ലിയെന്നത്. അപ്പൊ അത് അങ്ങനെ ഇല്ല എങ്കിൽ ഇപ്പൊ തന്നെ ഒരു വീഡിയോ എന്തെങ്കിലുമൊക്കെ പിടിച്ചു വെച്ചാൽ ഈ പറയുന്നതിൽ നിന്നും രക്ഷപ്പെടാം. നമുക്ക് കേസിന്റെ ഒരു കാര്യത്തിലേക്ക് കൂടി വരാം. ഈ കേസ് ഇങ്ങനെ കാര്യം കോടതിയിൽ, പറവൂർ കോടതിയിൽ കേസ് നടക്കുമ്പോൾ ഈ കേസിന് വേണ്ടിയിട്ട് ഹാജരാകേണ്ട ആള് CP ഹുസൈൻ അൽ കാസിമിയാണ്. പുള്ളിയാണ് അതിൻ്റെ തൊട്ടിട്ടിരിക്കുന്നത്. പുള്ളി ഒറ്റ ദിവസം വരില്ല. പുള്ളി ലോക കള്ളനാണ്. പുള്ളി ഒരു കേസിലും ഹാജരാവില്ല. പുള്ളി ബാക്കിലിരുന്നിട്ട് ഈ വിഷയങ്ങളിൽ മഹാൻ വഫാത്തായ സമയത്ത് ഈ പ്രശ്നങ്ങളിലേക്കെല്ലാം എന്നെ കൊണ്ടുവന്ന് ചാടിച്ചാൾ പുള്ളിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അതേ പെട്ടെന്ന് വാളിയ നിസാമോടെ അതേ 10 സെന്റ് തിരിക്കാൻ പോണു, പുള്ളിയുടെ പേരിലേക്ക് മാറ്റാൻ പോണു. അങ്ങനെ സകല കുഴപ്പത്തിലേക്കും ഒക്കെ തിരി തെളിയിച്ച ഫസ്റ്റ് വ്യക്തിയാണ് പുള്ളി. അഗ്രഗണ്യനാണെന്നാണ് പുള്ളിയുടെ അനിയൻ പറഞ്ഞത്. പുള്ളിയുടെ അനിയൻ എൻ്റെ ഒരു സുഹൃത്താണ് ജമാൽ കീസ്. അന്ന് ആ കാലത്തൊക്കെ വളരെ ഘോരമായിട്ട് നായിബ് ഖുത്തുസമാന് വേണ്ടിയിട്ട് സംസാരിക്കുകയും ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരുപാട് പടപൊരുത്തൊക്കെ ചെയ്തൊരു പടനായകനാണ്. അപ്പൊ അങ്ങനെ ഈ അഗ്രഗണ്യനായ കാസിമി ആയിരുന്നു കോടതിയിൽ ഹാജരാണ്. പുള്ളി ഒറ്റ ദിവസം വന്നില്ല. പുള്ളിക്കറിയാം കോടതിയിൽ വന്നാൽ വക്കീലന്മാർ വലിച്ചു കയറി. അങ്ങനെ കോടതിയിൽ അവിടെയും നമ്മുടെ ഇസ്മായിൽ ഉസ്താദ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു, ഇസ്മായിൽ ഉസ്താദ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ മരുമകൻ, രണ്ടാമത്തെ ഭാര്യ അല്ലേ? അതാണ് ഈ പറയുന്ന ഇസ്മായിൽ മൗലവി. പുള്ളി കോടതിയിൽ വന്നിട്ടും പുള്ളിക്ക് നാക്ക് പഴച്ചു. കോടതിയിൽ വന്നപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ജീലാനി ട്രസ്റ്റ് അവര് പറയുന്നതനുസരിച്ചിട്ട് ഈ ഭൂമിയൊക്കെ അവരുടെയാന്ന് പറഞ്ഞു. കോടതിയിൽ വന്നപ്പോൾ വക്കീല് ചോദിച്ചപ്പോൾ പുള്ളിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല. വളരെ വ്യക്തവും വളരെ ക്ലീൻ ആയിട്ട് പുള്ളി കോടതിയിൽ കൊടുത്ത മറുപടി, ഈ പറയുന്ന കിഴക്കേ ദേശത്തുള്ള 2.25 ഏക്കർ ഭൂമി മഹാനവറുകൾ വാങ്ങിയതാണ്. ആരുടെ പണം കൊടുത്താ വാങ്ങിയത്? അത് മഹാനവറുകളുടെ പണം കൊടുത്ത് വാങ്ങിയത്. തീർത്ത് പുള്ളി ശരിക്കും വന്നിരുന്നത് പുള്ളി ആ ട്രസ്റ്റിന്റെ ആണെന്ന് പറയാൻ വന്നിരിക്കുന്ന ആൾക്ക് കോടതിയിൽ വന്നപ്പോൾ നാക്ക് പഴിച്ചു. പിന്നെ പുള്ളിക്ക് കോടതിയിൽ പറയാനുണ്ടായ ഏറ്റവും വലിയൊരു രസകരമായ സംഭവം, ആത്മീയ നേതൃത്വവും ആത്മീയ സ്ഥാനങ്ങളൊക്കെ തട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്നുള്ളത് അന്ന് മനസ്സിലായത് ഈ പറയുന്ന ഇസ്മായിൽ മൗലവിയിൽ നിന്നാണ്. പുള്ളി അന്ന് കോടതിയിൽ എനിക്കെതിരെ ഉപയോഗിച്ചൊരു വലിയ ആരോപണമാണ്, നിങ്ങളുടെ ഷെയ്ഖിന്റെ ആത്മീയ സ്ഥാനം ഞാൻ തട്ടിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അതിനെതിരെ എനിക്ക് കേസ് കൊള്ളണമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ആത്മീയ സ്ഥാനമൊക്കെ തട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്നാണ് ഇസ്മായിൽ ഉസ്താദ് അവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ പുള്ളി അവിടെ വന്ന് എന്തൊക്കെയോ അതുപോലുള്ള കുറെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്. അവിടെയും ഞാനിത് പറയാൻ കാരണം കാസിമി ഹാജരായില്ല. കാരണം കാസിമിക്ക് ആ സമയത്തൊന്നും സുഖമില്ലാത്ത പരിപാടികളൊന്നും ഉണ്ടായില്ല. അന്ന് ലീഗിന്റെ പരിപാടികളിലും KMCCയുടെ പരിപാടികളിലൊക്കെ സ്റ്റേജിലിരുന്ന് കാസിമി ആ കാലത്ത് നല്ലോണം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പുള്ളി ഒഴിഞ്ഞു മാറിയതാണ്. കാരണം പുള്ളിക്ക് അറിയാം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന്. കാരണം ഈ ജീലാനി ഷെരീഫിലുണ്ടായിരുന്നപ്പോ ഈ പറയുന്ന ട്രസ്റ്റും കാര്യങ്ങളും ഇപ്പൊ നേരത്തെ പൊളിക്കേണ്ടി വരും എന്ന് പറഞ്ഞ ബിൽഡിങ്ങുകൾ
ഇതൊക്കെ സംരക്ഷിക്കേണ്ടിയിരുന്നത് ഇതെല്ലാം പുള്ളിയുടെ കയ്യിൽ ഭദ്രമാണ് എന്ന് പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത്. സത്യത്തിൽ ഇതൊന്നും പുള്ളിയായിരുന്നു ചെയ്യേണ്ടത്. സത്യത്തിൽ ഇതൊന്നും പുള്ളി ചെയ്തിട്ടില്ല. പുള്ളി ചെയ്യാതിരുന്നതിന്റെ കാരണം ഇതൊന്നും മഹാനവറുകൾ പുള്ളിനെ ഏൽപ്പിച്ചിട്ടില്ല. പുള്ളിയുടെ കയ്യിൽ ഇതിന്റെ ഒന്നുമില്ല. ഇവർ ഇത് ട്രസ്റ്റ് ഇങ്ങനെയാണെന്നും ഈ ട്രസ്റ്റിന് ഇങ്ങനെ ഒരു ആധാരമുണ്ടെന്നും ഇതിനിങ്ങനെ ഒരു പേപ്പർ ഉണ്ടെന്നും ഇവർ കണ്ടത് തന്നെ ഞാൻ മഹാന്റെ വഫാത്തിന് ശേഷം വാട്സപ്പ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തു വിട്ടപ്പോഴാണ് ഞാൻ ഓർത്തത് കോടതിയിൽ വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവരുടെ രേഖ ഉണ്ടാവുന്നതാണ്. കോടതിയിൽ വന്നപ്പോൾ അവസാന സമയത്തിലേക്ക് കേസ് ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയി അവസാന സമയത്തിലേക്ക് എത്തിയപ്പോഴാണ് അറിയുന്നത് ഈ പറയുന്ന ട്രസ്റ്റ് ഡീഡേ ഇവരുടെ കയ്യിൽ അതിന്റെ ഒറിജിനൽ. അപ്പൊ അവര് പറഞ്ഞത് ഞാൻ പറയുന്ന ട്രസ്റ്റിന് ഒന്നുമില്ല, ഞാൻ പറയുന്ന ട്രസ്റ്റിന് ഒന്നും വേണ്ട, ഞാൻ പറയുന്ന ട്രസ്റ്റ് പ്രൈവറ്റ് ട്രസ്റ്റ്. അപ്പൊ അങ്ങനെ പുള്ളിയുടെ ആത്മീയ സ്ഥാനം തട്ടിയെടുക്കുന്ന കഥയൊക്കെ പറഞ്ഞ് പുള്ളിയുടെ കേസ് കൊടുക്കാനൊക്കെ കേസെടുക്കണമെന്നൊക്കെ അവിടെ കോടതിയിലൊന്ന് പറയണ്ടായിരുന്നു. ജഡ്ജി അവിടെ ഇത് ചിരിച്ചു. ഈ സാധു ഏതാ സുഖമില്ലാത്തതാണോ എന്നൊക്കെ കണക്കൂട്ടി. അതുപോലെ തന്നെ ഇരിക്കുമ്പോ ഇനി നമുക്ക് വീണ്ടും മക്കാമ് പൊളിക്കാനുള്ള ഒരു കാര്യത്തിലേക്ക് കയറി വരും. ഇത് പൊളിക്കാൻ കേസ് കൊടുത്തിട്ട് 2022 ഞാൻ കൊടുക്കുന്നത്. 21 ലാസ്റ്റില് 21 പരാതി കൊടുത്ത് 20 പരാതി കൊടുത്തു. 21 കോടതിയിലേക്ക് വന്നു. 22 കിടന്ന് 23 24 വരെ കിടന്ന് കറങ്ങി. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ കേസ് എന്ന് വെച്ചാൽ പഞ്ചായത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന സർക്കാരാണ് പഞ്ചായത്ത്. ഇവരെന്നും വന്ന് ഓരോ കഥകൾ പറയും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരവസരം എന്ന് പറയുന്നോണം ആലുവ പൂങ്കോട്ടിയിലൊരു കോൺഗ്രസ് പ്രവർത്തകന്റെ തല തല്ലി പൊളിച്ചു. ഇവിടെ ആളുകളൊക്കെ പറയുന്നുണ്ട് 3 ദിവസം കൊണ്ട് ജാമ്യം കിട്ടി, ഭയങ്കര കറാമത്താണ്. 90 ദിവസം കഴിഞ്ഞ് എപ്പോഴും അകത്ത് തന്നെ. ഒരാളും ജാമ്യം കിട്ടിയിട്ടില്ല. പോലീസ് വളരെ വ്യക്തമായിട്ട് ആ കേസിനകത്ത് അന്വേഷണം നടത്തി അതിന്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിയിട്ടുണ്ട്. കാര്യം പോലീസിന്റെ തൊള്ളയിലൊക്കെ കൊണ്ട് ഇവർ നല്ലോണം കാശൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒരാളുടെ തലയൊക്കെ തല്ലിപ്പൊളിച്ച് ഒരാളുടെ ജീവൻ അയാളിന് ഒന്നിനും കൊള്ളില്ല. ആ കണ്ടീഷനിലായി. അയാൾക്ക് ഓർമ്മയില്ല, കാലിനും കൈക്കൊന്നും പറ്റാത്തവരുടെ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. അതെന്റെ വിഷയമല്ല. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിലാണ് ഈ കോടതിയിൽ നടന്ന കേസിൽ കൊണ്ടോട്ടി വിഷയത്തിൽ കിട്ടിയൊരു ചാൻസാണ് ഈ കഴിഞ്ഞ 19/6/2024 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കഴിഞ്ഞതിന് മുമ്പത്തെ മാസം അന്ന് കൊണ്ടുവന്നിട്ടാണ് പഞ്ചായത്ത് കൊണ്ടുവന്നത്. നല്ല വ്യക്തമായിട്ടൊരു 3-4 പേജിൽ കൊണ്ടുവന്നു കോടതി കൊണ്ടുവന്ന് എഴുതി കൊടുത്തു. എന്താണ് ആലുവ ജീലാനി ശരീഫിലെ അംഗം, എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ പഞ്ചായത്ത് കൊടുത്തില്ല. കാരണം പഞ്ചായത്തിലെ മെമ്പർ, MLA, പഞ്ചായത്തിന്റെ അകത്ത് ഡെസ്ക് ബെഞ്ച്, പോലീസ് സ്റ്റേഷന്റെ അകത്ത് AC, അവിടെ അപ്പുറത്ത് ഡെസ്ക് ഇപ്പുറത്ത് ബെഞ്ച് എന്ന് വേണ്ട തൊള്ളയിൽ കംപ്ലീറ്റ് ഗാന്ധിത്തല ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അൽഹംദുലില്ലാ കൊണ്ടോട്ടിയില് സുലൈമാന്റെ തലക്കാരി കൊണ്ടതിനുള്ള അൽഹംദുലില്ലാ കേട്ടോ പറഞ്ഞത്. എന്റെ കേസിൽ എനിക്ക് അൽഹംദുലില്ലാ എന്ന് പറയുന്നത് പഞ്ചായത്തും ഈ പറയുന്ന MLA മെമ്പർമാരും എല്ലാവരും ഇവർക്ക് ഓപ്പോസിറ്റായി. അതോടുകൂടി ഇവര് ഈ പറയുന്ന ഷെയ്ഖും കുഞ്ഞാടുകളും ഒക്കെ കൂടി കുഴിച്ചെന്ന് ചാണക കുഴിക്ക് ചാടയും ചെയ്തു. അങ്ങനെ 19/6/2024 പഞ്ചായത്ത് കൊണ്ടുവന്ന് എഴുതി കൊടുത്തു. അവിടെയുള്ള ഒരു ബിൽഡിങ്ങിനും ഇതില്ല. ബിൽഡിങ്ങുകൾ റെഗുലറൈസ് ചെയ്യുക എന്ന് പറയാൻ നമ്മൾ ഒരു ബിൽഡിങ് പണിത് കഴിഞ്ഞാൽ അതിനിപ്പോ നമ്പർ ഇട്ടില്ല എന്നതിൽ കുഴപ്പമൊന്നുമില്ല. നമുക്കത് പിന്നീടാണ് നമ്പർ ഇടുന്നെങ്കിൽ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ ഫൈൻ അടച്ചിട്ട് നമുക്ക് ആ ബിൽഡിങ്ങിന് നമ്പർ ഇടാം. അതൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാവരും സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഇവരുടെ അടുത്ത് നമ്പർ ഇടാൻ വേണ്ടിയിട്ട് റെഗുലറൈസ് ചെയ്യാൻ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞപ്പോ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, ഇവർക്ക് പൈസ അടയ്ക്കാൻ പറ്റില്ല. കാരണം എന്താ? പഞ്ചായത്ത് എഴുതി കൊടുത്തു. ഇവരല്ല ഇതിന്റെ യഥാർത്ഥ അവകാശം. ഏത് CP ഹുസൈൻ അൽ ഖാസിമിയും അലിയാർ ഹാജി അടങ്ങുന്ന ഈ ക്ഷുദ്രശക്തികളല്ല ഇതിന്റെ ആളുകൾ, ഇതിന്റെ അവകാശികൾ വേറെയാണ്. അതുകൊണ്ട് ഇത് നമ്പർ ഇട്ട് കൊടുക്കാനോ ഒന്നിനും കഴിയില്ല. അനധികൃതമായ നിർമ്മാണം അവിടെയുണ്ട്, അത് പൊളിച്ചു കളയും എന്ന് പറഞ്ഞ് 19/6 കൊണ്ടുവന്ന് കോടതി കൊടുത്തിട്ടുണ്ട്. ഞാനിതുവരെ മിണ്ടിയിട്ടില്ല. പിന്നെ അത് പൊളിക്കുക എന്ന് പറയുന്നത് എൻ്റെ വൈഫിനും കൂടി അവകാശപ്പെട്ടത് തന്നെയാണ്. അതിൻ്റെ അവിടെ ഉണ്ടായിരുന്ന പഴയ മക്കാമിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. അതിൻ്റെ മുകളിൽ ഒരു അനുവാദവും വാങ്ങാതെ അനധികൃതമായിട്ട് കണ ഉണാന്നൊക്കെ അതും ഇതൊക്കെ വെച്ച് പണിയും മക്കാമ് കെട്ടിപ്പൊക്ക. മക്കാമിലേക്ക് ആർക്കും കടക്കാൻ പാടില്ല. അവിടെ പച്ചപ്പട്ട് വിരിച്ചേക്കണു, ഇവിടെ നീല, അവിടെ കറുപ്പ്. അങ്ങനെ ആർക്കും കയറാനും ഒന്നിനും പറ്റാത്തൊരു മക്കാമ്
ഇവിടെ വേണ്ട എന്ന് ഞാനെടുത്ത തീരുമാനമാണ്. ലോകത്തിലാകെ പ്രൈവറ്റായിട്ട് നടക്കുന്ന ഒരു മക്കാം, വേറെ ഒരു രാജ്യത്തും കൂട്ടിയിട്ട ഒരു മക്കാമോ അല്ലെങ്കിൽ ആളെ കയറ്റില്ല. ഉമ്മിച്ചിനെ കയറ്റില്ല, സ്വന്തം ഭാര്യനെ കയറ്റില്ല, സ്വന്തം മക്കളെ കയറ്റില്ല. ഉമ്മിച്ചിക്ക് കയറാം വല്ലപ്പോഴൊക്കെ. അപ്പൊ എന്താ വെച്ചാൽ അദ്ദേഹം വേണം. ഏത് ഇവരുടെ ഇപ്പോഴത്തെ ഈ പറയുന്ന ഇപ്പോഴത്തെ പുതിയ കുത്തുബ് അവിടെ വരുമ്പോഴാണ് ഉമ്മാക്കൊന്ന് കയറാൻ പറ്റും. അപ്പൊ എല്ലാവരും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അതവിടെ പൊളിച്ചു കളഞ്ഞേക്കാം. കവർ മാന്തോന്നില്ല, കവർ അവിടെ ഉണ്ട്. അതവിടെ പൊളിച്ചു കളഞ്ഞാൽ. കാരണം ഞങ്ങള് കുടുംബപരമായിട്ട് എടുത്ത തീരുമാനമാണ്. അന്നെടുത്ത തീരുമാനമാണ് നേരത്തെ. ഏത് അങ്ങനെയാണ് ഫസ്റ്റിൽ അന്ന് കെബീർ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നത്. അവിടെ നിന്നാണ് പിന്നോട്ട് ആ പരാതികൾ കെബീർ ഇടയ്ക്ക് പിന്മാറി. ഞാനത് പിന്നെയും തുടർന്നു. നീണ്ടു ഇവിടം വരെ എത്തി. ഇപ്പൊ പൊളിക്കുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. പൊളിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാളെ ഞാൻ കോടതിയിൽ ചെന്ന് അപേക്ഷ കൊടുത്താൽ മാക്സിമം പോയ ഒരു 10-15 ദിവസവും അത് പൊളിക്കും. അപ്പൊ അതിനൊരു സമയമായിട്ടില്ല. അവിടെ നിൽക്കട്ടെ. പിന്നെ എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി മഹാന്റെ മുരുകന്മാരുണ്ട്, മഹാന്റെ കരിയപ്പന്മാരുണ്ട്. എല്ലാവർക്കും അവിടെ പോകാനും ഒക്കെ ആഗ്രഹങ്ങളുണ്ട് എന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾക്ക് അവിടെ പോകാനുള്ള സൗകര്യം അതിനകത്തേക്ക് ഒരുക്കണമെങ്കിൽ ഒരല്പം സമയം കൂടി വേണം. അതിന് ഞാൻ നോക്കിയിട്ട് കാണുന്ന വഴി ഇതിനെ ഒരു സർക്കാർ റിസീവർ സ്ഥാപനം ഇതിലേക്ക് അതിന്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രം. ഒന്ന് അവിടെ ചെന്ന് ഈ പറയുന്ന ഗുണ്ടകളാണ് അവിടെ. ഇത്രയും നാളൊക്കെ പോലീസിന്റെ അടുത്ത് കേസ് പറയുന്ന പോലീസ് അത് സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകന്റെ തല തല്ലി പൊളിച്ചോടുകൂടി പോലീസിന് അതിൽ നിന്നൊക്കെ മാറ്റം വന്നു. ഇതിന്റെ അകത്ത് കള്ളുകൂടി ഉണ്ടെന്നും പെണ്ണുപിടുത്തം ഉണ്ടെന്നും കഞ്ചാവ് വലി ഉണ്ടെന്നും അവിടെ കംപ്ലീറ്റ് ഗുണ്ടകളാണെന്നും ഒക്കെ ഉള്ളത് പോലീസിന് ഈ തവണ തിരിഞ്ഞിട്ടുണ്ട്. എന്തോ പടച്ചോൻ തിരിയിപ്പിച്ചതായിരിക്കും. എങ്ങനെയാവട്ടെ. അപ്പൊ എല്ലാവർക്കും അവിടെ പോകാം. അപ്പൊ ഇപ്പൊ ആരും പോകരുത്. കാരണം വളരെയേറെ സൂക്ഷിക്കും. വളരെ അപകടകാരികളാണ് അവിടെ. അവരങ്ങോട്ട് ചെന്നാൽ പൂട്ടിയിടും. അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ അവര് ബലമായിട്ടിപ്പോ നേരത്തെ ഉമ്മാടെ അടുത്ത് വന്ന് ഉമ്മാനെ തല്ലി അംഗീകരിപ്പിക്കാൻ നോക്കിയാൽ മാതിരി മറ്റുള്ളവരെ അംഗീകരിപ്പിക്കാൻ നോക്കും. എല്ലാം ചെയ്യുന്നവരാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ വരാനും പോകാനും ഒക്കെ സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യം, ഉസ്താദന്മാരെ മുത്തിയാറ് തന്ന കേസും ഈ പറയുന്ന മക്കാമ് പൊളിക്കലോ കാര്യങ്ങളോ ആയിട്ടൊന്നും യാതൊരു ബന്ധങ്ങളും ഇല്ല. അതൊക്കെ വളരെ വ്യക്തമായിട്ട് കോപ്പി ആൻഡ് പേസ്റ്റ് എന്ന് പറയും. ഒരു പേപ്പറിൽ നിന്ന് മറ്റേ പേപ്പറിലേക്ക് ആവശ്യമുള്ളതെല്ലാം പകർത്തിയെടുത്ത് കൂട്ടി ഒട്ടിച്ച് അത് നീറ്റായിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അവിടെ എവിടെയും കൊടുക്കുക. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഓപ്പോസിറ്റ് കേസ് കൊടുക്കാം. നമ്മുടെ നാട്ടിലെ നിയമം അതിനെ അനുവദിക്കുന്നുണ്ട്. ഞാൻ കൊണ്ടുപോയി ഒരു കള്ളക്കേസ് കൊടുത്താൽ അത് കള്ളക്കേസാണ് എന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കേസ് കൊടുക്കാം. ഞാൻ കൊടുത്തിട്ടുണ്ടാകും. കാരണം ഈ പറയുന്ന നമ്മുടെ അളിയന്മാർ എനിക്കെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് 3-4 കേസുണ്ട്. അതിൻ്റെ അകത്ത് 2 കേസ് കള്ളക്കേസ് കൊടുത്തപ്പോൾ ഞാൻ അതിനെതിരെ ഓപ്പോസിറ്റ് കോടതിയിൽ പോയപ്പോൾ എൻ്റെ അത് കള്ളക്കേസാണെന്ന് കണ്ടു. കോടതി ആ കേസ് രണ്ടും തള്ളിക്കളഞ്ഞു. പക്ഷേ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കേസുകളും കള്ളക്കേസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വരെ നിസാമുദ്ദീന് കോടതിയിൽ പോകാൻ കഴിയുകയുമില്ല. അതിൻ്റെ കാരണം ഒന്നും കള്ളക്കേസല്ല. കാരണം ഒരുപാട് ഡോക്യുമെന്റ്സ്, ഒരുപാട് തെളിവുകൾ, കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ അതിനകത്ത് ആരും ആശങ്കപ്പെടുന്നതില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും പോലെ തന്നെ അവിടെ എല്ലാ മക്കാമുകളും, ലോകത്തിലുള്ള എല്ലാ മക്കാമുകളും എങ്ങനെയാണ് തുറന്നു കിടക്കുന്നത് അതുപോലെ അത് തുറന്നു കിടക്കും. ഇതൊന്നും എന്നെ ആരും നിർബന്ധിച്ചതുമല്ല, എന്നെ ആരും പറഞ്ഞു ചെയ്യിച്ചതുമല്ല. ഈ മുരിതന്മാർക്ക് വേണ്ടിപ്പോ ഞാനീ പറയുന്ന വലിയ ബന്ധമൊന്നും എനിക്ക് ഈ പറയുന്ന മുരിതന്മാരായിട്ടൊന്നുമില്ല. ഞാൻ വളരെ വിരലുണ്ടാവുന്ന കുറച്ച് പേരെയാണ് ഞാൻ അറിയുള്ളൂ. ഈ ഉസ്താദുമാരെയൊക്കെയാണ് ഞാൻ അറിയുള്ളൂ. മഹാൻ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ ഞാനീ പറഞ്ഞ ജീലാനിയിലൊക്കെ തിരിഞ്ഞു നോക്കലോ ഈ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുകയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ എനിക്കങ്ങനെ തോന്നി മറ്റുള്ള എല്ലായിടത്തെയും പോലെ തന്നെ മക്കാമുകളിൽ പോകുന്നത് പോലെ തന്നെ ഈ മക്കാമിലും എല്ലാവർക്കും പോകാൻ കഴിയും എന്നാണ് ഞാൻ, അതിനുള്ളൊരു വഴി തെളിഞ്ഞ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് അവിടെ ആർക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമൊന്നുമല്ല. അവിടെ വീട്ടിലെ അവസ്ഥകൾ ഇതിലൊക്കെ വളരെ പരിതാപകരമാണ്. കാരണം
ഇവരുടെയൊക്കെ ഒരുപാട് ഷെയർ കൊണ്ട് ഉമ്മച്ചി ഈ പെൺകുട്ടികളും എൻ്റെ വൈഫൊക്കെ അങ്ങോട്ട് പോയിട്ട് ഇപ്പം 4 കൊല്ലായി. അപ്പൊ പിന്നെ നിങ്ങളുടെ കാര്യം അറിയാലോ. പോകാത്തത് വേറെ ഒന്നുണ്ടല്ലോ, കാരണം ഇത് ഇവരെങ്ങനെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. കാരണം ഉമ്മ പ്രശ്നമല്ല, വാപ്പാനപ്പം തള്ളി പറയാത്തത് എന്തുകൊണ്ടാന്ന് അറിയില്ല. കാരണം വാപ്പാടെ പേരിൽ കുറെ വരുമാനങ്ങൾ കിട്ടുന്നുള്ളതായിരിക്കും. ആരെയും വിഷയം, ഉമ്മാനെയും തല്ലും പെങ്ങളെയും തല്ലും. തല്ലുക മാത്രമല്ല, ഇവര് ഏതറ്റം വരെ ഏത് എക്സ്റ്റെന്റ് വരെ പോകുന്ന ഒരു പിടിയില്ല. കാരണം പെൺകുട്ടികളും പെണ്ണുങ്ങളൊക്കെ ആണല്ലോ, സ്ത്രീകളാണ്. ഇവര് എങ്ങനെയൊക്കെ ഇതിനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയില്ലാത്തത് കൊണ്ടാണ് മെയിനായിട്ട് പോകാത്തത്. എനിക്ക് പോകുന്നതിന് തടസ്സമൊന്നുമില്ല. ഞാൻ എന്തായാലും മുരിതന്മാരെല്ലാവരും പോയിട്ടേ പോകുന്നുള്ളൂ. അതിനൊരു വഴി ഒരുക്കിയിട്ടേ ഞാനും പോകുന്നുള്ളൂ. ഞാനൊരു നിയ്യത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർക്ക് പറയുന്നതിനോ കാര്യങ്ങൾക്കോ ഒന്നും ഒരു ലൈസൻസും ഇല്ല. ഉമ്മാനെയും പറയും, എല്ലാവരും പറയും. ഇവര് മെയിനായിട്ടൊക്കെ ഏറ്റവും വലിയ സങ്കടങ്ങൾ ഇതിൻ്റെ അകത്തുള്ളത് ഈ ഉപ്പിച്ചിയുടെ പേര് തന്നെ വളരെ മോശമായിട്ട് ഇത്രയും കാലം. ഇപ്പൊ കൊണ്ടോട്ടിയിൽ അന്ന് ഈ കോൺഗ്രസ് പ്രവർത്തകന്റെ തലയിൽ പൊളിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവരാരും ചീത്ത പറഞ്ഞില്ല. അന്ന് പേപ്പറിൽ വന്നതും ന്യൂസിൽ വന്നതും ടി വിയിൽ വന്നതെല്ലാം ഘോഷയാത്രയിലും അവർ നടത്തിയ പ്രകടനത്തിലെല്ലാം വന്നത് മഹാനെയാണ് ചീത്ത വിളിച്ചത്. ഈ കാലം എത്ര ഉണ്ടായിട്ട് അവിടെ അതേപോലെ പരസ്യമായിട്ട് മഹാൻ ഇതുവരെ ആരും ചീത്ത പറഞ്ഞിട്ടില്ല. വളരെ പരസ്യമായിട്ട് ഈ മക്കള് കാരണം കൊണ്ട് അതിനുള്ളൊരു അവസരം ഉണ്ടാക്കിയെടുത്തു. പിന്നെ അതിന്റെ ഏറ്റവും വലിയ കാരണം ഇതാണ്, ഇവർക്ക് കുടുംബമില്ല. ഇവർക്ക് കുറെ പിരിവ് തരുന്ന ആളുകളും. ഇപ്പൊ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ പിരിവ് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ആളുകളുടെയൊക്കെ അവരൊക്കെ മാക്സിമം ഊറ്റി, അവരൊക്കെ പിഴിഞ്ഞ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന അവരുടെയൊക്കെ സമ്പാദ്യങ്ങളും എല്ലാം ഊറ്റിയെടുത്ത് അവരുടെയൊക്കെ സ്ത്രീകളുടെ മാനവും ഒക്കെ തീർന്നു. ഏതാണ്ടൊക്കെ തീർന്ന് കണ്ടപ്പോൾ ഇനിയിപ്പോ ഇവിടെ ബാവുസ്താദുണ്ട്, റഹീം ഉസ്താദുണ്ട്, ഹംസുസ്താദുണ്ട്, ബാക്കിയുള്ള ഖലീഫന്മാരുണ്ട്. അവരുടെ കൂടെയൊക്കെ നിൽക്കുന്ന മുരിതന്മാരെ ആക്കാം. ഇനി അവരുടെ കയ്യിൽ നിന്ന് ആക്കാം അടുത്ത പിരിവ്. അവിടെയൊക്കെ ഊറ്റി തീർന്നു. അപ്പൊ അതൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ ഊട്ടാം എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പൊ പുതിയ നമ്പറായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ആണ് റഹീം ഉസ്താദ് അവിടെ കോളേജ് നടത്തുന്നത്, ഹംസുസ്താദ് അങ്ങനെ അങ്ങോട്ട് പോകുന്നു, ബാവുസ്താദ് അവിടെ അത് നടത്തുന്നു. അങ്ങനെ അതിൻ്റെയൊക്കെ ഒരു വിഷമമാണ്. ആ വിഷമങ്ങൾക്കൊന്നും എന്തായാലും മറുപടി എത്താൻ കഴിയില്ല. പിന്നെ ഏറ്റവും വലിയത് ഇവർക്ക് ഏറ്റവും വലിയ സംശയമാണ്, ആരെ കണ്ടാലും പൈസ കൊടുത്ത് സ്ഥിരമായിട്ട് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും കൂടെയും പൈസ കൊടുക്കൽ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിസാമുദ്ദീൻ ഒരു ചോദ്യമുണ്ട് മെയിനായിട്ട്. നീ ഉമ്മാടത്ത് ചോദിച്ചു നോക്കിയോ നിന്റെ വാപ്പ ആരാണെന്ന്. ഇവർക്ക് ആരുടെ അടുത്തും ചോദിക്കാനുള്ള ഏറ്റവും വലിയ ചോദ്യമാണ്, ഒറ്റ ചോദ്യമുള്ളൂ. ഇവർക്ക് സംശയം ഉണ്ടാവണം, അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കണ്ടായില്ല. നീ നിന്റെ ഉമ്മാടത്ത് ചോദിച്ചോ നിന്റെ വാപ്പ ആരാണെന്ന് ചോദിച്ചോ. എന്തുട്ടാ ഹറാത്തിലുണ്ടായത്? എല്ലാവരും ഇവരൊരു 10-200 പേരുണ്ട്. ഹൈറിച്ചിന്റെ ആളുകളെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെ വിഭാഗത്തിൽ 10-212 പേരുണ്ട്. ഇവരൊഴിച്ചാൽ ഈ ലോകത്തിലുള്ള കോടാനകോടി കണക്കിന് മുസ്ലിങ്ങളെല്ലാവരും നരകത്തിലാണ്. ബാക്കി എല്ലാവരും ഹറാത്തിലുണ്ടായവർ, ബാക്കി എല്ലാവരും പിഴച്ചുണ്ടായവർ. ബാക്കി ആർക്കും ഉമ്മടുത്ത് ചോദിച്ചു നോക്കണം ഉമ്മ പിഴച്ചത്. അപ്പൊ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഇത് ഇപ്പൊ മുരിതന്മാര് ചെന്നിരുന്നു കഴിഞ്ഞാൽ ഇപ്പൊ പുള്ളി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ഉപദേശമുണ്ട്. ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും, നമ്മള് വിവാഹം കഴിക്കും. വളരെ വ്യക്തമായിട്ട് കേട്ടോ, നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മറ്റുള്ളൊരു സ്ത്രീയെ മനസ്സിൽ ഓർത്താൽ നമുക്കുണ്ടാകുന്ന കുട്ടി വ്യഭിചാര സന്താനമായി. അത് നമ്മളാരും ഉദ്ദേശമല്ല. മൂപ്പർ പറഞ്ഞത് മൂപ്പരുടെ വാപ്പാനെ കുറിച്ച് തന്നെയാണ്, നിങ്ങളുടെ ഷെയ്ഖിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആദ്യത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതിലും വളരെ വിപരീതമായിട്ടാണ് പറയുന്നത്. അങ്ങനെ മഹാനവർഗ രണ്ടാമത് വിവാഹം കഴിച്ചു. അങ്ങനെ രണ്ടാമത് വിവാഹം കഴിച്ചപ്പോൾ മറ്റൊരു സ്ത്രീയെ ഓർത്തത് ബന്ധപ്പെട്ടപ്പോൾ ഉണ്ടായ മകനാണ് ഇളയാള് ശംസുദ്ദീൻ. നിങ്ങൾ അറിയുന്നത് അങ്ങനെയാണ് ശംസുദ്ദീൻ ഉണ്ടായത്. അതുകൊണ്ടാണ് ശംസുദ്ദീൻ ഹറാത്തിലുണ്ടായതാണെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഓന്റെ വാപ്പ വിവരിച്ചതാണ് അവൻ പറഞ്ഞത്. അതുപോലെയുള്ള കഥകളാണ്. പിന്നെ പറഞ്ഞത് വാപ്പ രണ്ടാമത് പെണ്ണ് കെട്ടിയപ്പോ കണ്ണൂർക്ക് പോയി. അത് വിവാഹം കഴിച്ചതെന്നല്ല, വാപ്പ അങ്ങോട്ട് പോകുമ്പോ കാര്യം നിർത്താൻ എന്ന് പറഞ്ഞ വാപ്പാക്ക് വ്യഭിചാരാർത്ഥം പണിയെന്നാണ് പറയുന്നത്. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ആലുവ തരീക്കത്തെന്ന് അല്ലെങ്കിൽ കാതിരിയ തരീക്കത്തെന്ന്
ആരും വിചാരിച്ച് വെക്കണ്ട. ഖാദിരിയ തരീഖത്ത് എന്താണെന്നുള്ളതും അതിന്റെ കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളതും ഇവിടെ നിങ്ങൾക്ക് ഉസ്താദുമാരുടെ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്ന ദഅവത്തുമുണ്ട് എല്ലാം വളരെ വ്യക്തമാണ്. പിന്നെ വലിയൊരു ദുരന്തത്തിൽ നിന്ന് അല്ലെങ്കിൽ വലിയൊരു അപകടത്തിൽ നിന്ന് ചെറിയ പരുക്കുകളോടെ ഉസ്താദുമാർ അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അകത്ത് വേറെ ഇനി എന്തെങ്കിലുമൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്ത് ഇനി വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇൻഷാ അല്ലാഹ് ഞാനിട്ടെ അത് എൻ്റെ പേഴ്സണൽ കാര്യം ഉണ്ടല്ലോ. അത് കോളേജിൽ ഞാൻ പറഞ്ഞല്ലോ 3-4 കേസുകൾ എൻ്റെ പേരിലുണ്ട്. അതിൻ്റെ അകത്ത് 2 ഓൾറെഡി കോടതി കള്ളക്കേസാണെന്ന് കണ്ടപ്പോൾ കളഞ്ഞു. ഇനിയിപ്പോൾ ഒരു 2 ചെറിയ കേസ് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരിക്കൽ ഞാനവിടെ ഈ പറയുന്ന ജീലാനി ഷെരീഫിൻ്റെ അകത്ത് ചെന്ന് ഞാൻ കുട്ടികളെല്ലാവരെയും ഓടിച്ച ഒരു വിഷയമുണ്ട്. അതുണ്ടാവാൻ അതിൻ്റെ ബാക്കിൽ ഒരു കാരണം ഉണ്ടായിരുന്നു. ഒരു അലവിക്കുട്ടി ഒരു സാധു അലവിക്കുട്ടീനെ ഒരു 2-3 ദിവസത്തോളം അവരൊരു മുറിയിൽ പൂട്ടിയിട്ട് ഉപദ്രവിക്കുകയും അതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള ആളാണ് നിങ്ങളെ അറിയായിരിക്കും, ഒരു ഇറാഖ് ഫൈസി. പിന്നെ അങ്ങനെ ഒരു 3-4 പേര് കൂടി ഈ അലവിക്കുട്ടീനെ അവിടെ ഒരു റൂമിൽ പൂട്ടിയിട്ട് പുള്ളി അതിൻ്റെ അകത്ത് തന്നെ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി. ആളൊരു സാധുവും കൂടിയാണ് ഈ അലവിക്കുട്ടി എന്ന് പറഞ്ഞത്. എന്തെങ്കിലും ആരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പറയാൻ പോലും സാധിക്കാത്തൊരു മനുഷ്യനെ അതിൻ്റെ അകത്ത് ഉപദ്രവിച്ചപ്പോൾ ഞാൻ അത് ചോദിക്കാൻ ചെന്ന ഒരു വിഷയമാണ്. അത് വളരെ എല്ലാ വിഷയത്തിനും വളരെ പക്വതയോടുകൂടി ചെന്ന് ഇടപഴകാനും എല്ലാത്തിനും സമീപനം പാലിക്കാനൊന്നും അറിയാവുന്ന ഒരാളല്ല. പണ്ട് തൊട്ടും അങ്ങനെയാണ്. ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഈ സംസാരത്തിൽ തന്നെ ഇടക്ക് നിൽക്കുന്നത് പലതും വിഴുങ്ങുന്നതാണ്. അപ്പൊ അന്ന് അങ്ങനെ ഈ അലവിക്കുട്ടി അങ്ങനെ ഒരു അവസ്ഥയിൽ കിടന്നപ്പോൾ അത് ഒരു ദിവസം രാവിലെ ഞാൻ ചോദിക്കാൻ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പറയുന്ന കോളേജിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ അന്ന് ആ കുട്ടികളെ ഓദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അലവിക്കുട്ടി. ഉസ്താദല്ല, കുട്ടികളുടെ ഉസ്താദിനെയാണ്. അപ്പൊ ഇവര് നായിബ് കുത്തുബ് സമാന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അങ്ങനെ ഈ പാവം അലവിക്കുട്ടീനെ അവിടെ തല്ലി ചതച്ച് 3 ദിവസമായിട്ട് അയാൾ റൂമിൽ കിടന്നു. അപ്പൊ അതിനെ രക്ഷിക്കാൻ അവിടെ ചെന്ന് രക്ഷിച്ചുകൊണ്ട് വന്നൊരു ഭാഗത്തിന്റെ ചെറിയ ഒരു പതിപ്പ് മാത്രമാണ് കോളേജിൽ ഞാൻ കയറി തല്ലുണ്ടാക്കി എന്ന് വായിക്കും. അതിനവര് പിന്നീട് കുറെ കേസുകളൊക്കെ കൊടുത്തു. അതിൻ്റെ അകത്ത് പോക്സോ കേസോ കൊടുത്തതൊക്കെ കോടതി പോക്സോ അല്ലാന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിക്കളഞ്ഞു. ചെറിയൊരു കേസ് അതിൻ്റെ അകത്ത് ബാക്കി നിൽക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, അത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങൾ. അതൊന്നും ഇതിൻ്റെ അകത്തൊരു ഞാനതൊന്നും ആരോടും പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. ഈ വ്യക്തിപരമായ കാര്യങ്ങൾ പറയേണ്ട കാര്യം. നേരത്തെ തന്നെ ഇപ്പൊ നമ്മുടെ അളിയന്റെ കേസാണെങ്കിലും ഇത്രയും പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, മഹാന്റെ മകനാണ്. ഇവിടുത്തെ മറ്റുള്ള പ്രസ്ഥാനങ്ങൾ, മറ്റുള്ള സമസ്തക്കാർ, AP, സുന്നി, മുജാഹിദ്, ഇവരുടെ ഇടയിലേക്കൊക്കെ ആലുവ തരീഖത്ത് എന്ന് പറയുന്ന ഖാദിരിയ തരീഖത്ത് നേരെ തിരിച്ചു ആവാം. ഇത് എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് നിസാമുദ്ദീനാണ് ഈ പറയുന്ന ഖാദിരിയ തരീഖത്ത് എന്നുള്ളൊരു കുറെ വിഭാഗങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അതല്ല, ഈ ആളുടെ വ്യക്തിത്വം കൂടി പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. അല്ലാതെ ഇതൊന്നും ഇവിടെ വന്ന് വിളമ്പാൻ വലിയ ആഗ്രഹം ഉണ്ടായിട്ടല്ല. അപ്പൊ അങ്ങനെ ഖാദിരിയ തരീഖത്ത് എന്റെ ഒരു ബന്ധവും ഈ പറയുന്ന നിസാമുദ്ദീനുമായിട്ടില്ല. അത് ഇപ്പൊ ചേകന്നൂരിനെ പെട്ടു. ചേകന്നൂർ ഒന്നുമല്ല. അപ്പൊ ആളുകൾ അതിനകത്ത് ചെന്ന് പെടണ്ടല്ലോ എന്ന് കരുതി വളരെ വ്യക്തമായിട്ട് പച്ചയായിട്ട് പറഞ്ഞു എന്നാണ്. അപ്പൊ അതിനകത്ത് തന്നെ വേറെ അതിന്റെ മെയിനായിട്ട് ഇതിനകത്ത് പറയാനുള്ള കേസുകൾ എല്ലാവരും വളരെ അധികം പേരൊന്നും ഇല്ലെങ്കിലും എന്നെ അറിയാത്തവരും അല്ലാത്തവരും എപ്പോഴും വാട്സപ്പിൽ മെസ്സേജ് ഇട്ടും മെസ്സഞ്ചറിലും ഫോണിലൊക്കെ ആയിട്ട് എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, അളിയ എന്നാ ഞങ്ങൾക്കൊന്ന് മക്കാമിൽ വരാൻ പറ്റുക, എന്നാ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകാൻ പറ്റാം എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരും ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ് അതിനുള്ളൊരു അവസരം
എന്തായാലും കയറി വരും. പിന്നെ ആരെങ്കിലും ഇടയ്ക്ക് പോവോ പിടിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആരും പോകരുത്. കാരണം അതൊരു പ്രൈവറ്റ് മക്കാമാണ്. അത് പൂട്ടി അതിന്റെ താക്കോല് മൂപ്പര് എവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പോയി കഴിഞ്ഞാൽ അവരുടെ ഒന്നും ബുദ്ധിയില്ല. പിന്നെ ഇവരെന്ത് ചെയ്യും, എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവരെ കഴിഞ്ഞ 24 വർഷം, ഈ 24 വർഷമായിട്ട് എൻ്റെ 2 അളിയന്മാരെ എനിക്കറിയാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല, വലിയ സംഭവമാണ് ഇവർ രണ്ടുപേരും. എനിക്കറിയാവുന്ന അത്ര നിങ്ങൾക്കറിയില്ല. മഹാനെ എനിക്കറിയാവുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാം. കാരണം അതിൻ്റെ ഒരുപാട് വർഷത്തിൻ്റെ പഴക്കമുണ്ട്. പിള്ളേരെന്താന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത്. ബുദ്ധിയില്ലാത്തതിൻ്റെ അപകടകാരികളാണ്. അപ്പൊ അതുകൊണ്ട് ആരും അങ്ങോട്ട് ഇപ്പോൾ പോകാനോ കാര്യങ്ങൾക്കോ ഒന്നും നിൽക്കണ്ട. ഇൻഷാ അല്ലാഹ് അതിനുള്ളൊരു നമുക്ക് സമയം കിട്ടും. പിന്നെ വലിയൊരു ആരോപണമാണ് ഇതിൻ്റെ അകത്തുള്ളത്. മഹാനവറുകളുടെ മരണത്തിന് ശേഷം മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരാതി കിടക്കുന്നു. ഞാനാ അത് കൊടുക്കാനുണ്ടായ കാരണമാണ് ഞാൻ ആദ്യത്തിൽ പറഞ്ഞ് അവിടെ വന്ന് മക്കാമിൽ വന്ന് തുള്ളിച്ചാടിയ ഒരു ഭ്രാന്തി സ്ത്രീയുടെ കഥ പറഞ്ഞു. അന്ന് ആ ഭ്രാന്തി സ്ത്രീ പറഞ്ഞൊരു കഥയാണ്. മഹാൻ വഫാത്തായതല്ല, മരിച്ചതല്ല, കൊന്നതാണ്. അപ്പൊ അതിന്റെ സംശയം ഫസ്റ്റിലെ തന്നെ പറയുന്ന ആള് ഈ പറയുന്ന നിസാമുദ്ദീൻ എൻ്റെ അടുത്താണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംശയം ഉണ്ട് എങ്കിൽ അത് മാറ്റി കൊടുക്കണമല്ലോ. അതിനാണ് ഞാൻ ആ കൊണ്ടുപോയി പരാതി പിന്നീട് കൊണ്ടുപോയി കൊടുത്തത്. നിസാമുദ്ദീൻ അങ്ങനെ ഒരു സംശയമാണ്. സ്വന്തം വാപ്പ മരണപ്പെട്ടതല്ല, കൊന്നതാണ് എന്നുള്ളൊരു ഫസ്റ്റിലെ തന്നെ അങ്ങനൊരു സംശയം മുന്നോട്ട് വെക്കുന്ന ആള് നിസാമുദ്ദീനാണ് എൻ്റെ. പിന്നീട് ഒരു അവസരത്തിൽ പുള്ളി എന്നിട്ട് ആ കൊന്നത് ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ആരോപണം മറ്റൊരാളുടെ തലയിലേക്ക് വെച്ചു. അത് പുള്ളിക്ക് തന്നെ നേരെ തിരിച്ച് ഞാനും കൊണ്ടുപോയി ഒരു ചെക്ക് വെച്ചു. പുള്ളിക്ക് ആരുടെ പേരിലും ആരോപിക്കാം, പുള്ളിയുടെ പേരിൽ ആരും ആരോപിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ അതിന്റെ ഒരു ആരോപണമായിട്ട് മെയിനായിട്ട് കിടക്കുന്നത്. പിന്നെ ഇവര് പറയുന്നത് മെയിനായിട്ടുള്ളൊരു കാര്യം, മഹാൻ വഫാത്തായിട്ടില്ലല്ലോ. മഹാൻ ലണ്ടനിലല്ലേ. പാസ്പോർട്ട് ഇവിടെ ഉണ്ട്. പാസ്പോർട്ട് ഇല്ലാതെയാണ് ലണ്ടനിൽ പോയത്. പാസ്പോർട്ട് നമ്മുടെ റഫീഖ് ചാടത്തുണ്ട് കാസർഗോഡ്. പാസ്പോർട്ടൊന്നും ഇല്ലാതെ മഹാൻ അങ്ങനെ ലണ്ടനിലാണ്. പക്ഷെ ഉറൂസ് ഇങ്ങനെ നടത്തും. പിന്നെ കേട്ടു അതുപോലെ തന്നെ നിസാമുദ്ദീൻ തന്നെയാണ് അന്ന് മയ്യത്ത് സ്വീകരിക്കാൻ ഇമാമ് മരിക്കാത്ത ആൾക്ക് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത ഏക വ്യക്തിയാണ് എൻ്റെ അളിയൻ. വലിയ സംഭവം. അപ്പം പിന്നെ അതിന്റെ കൂടെ അപ്പോഴത്തേക്കും നമ്മുടെ കോട്ടപ്പുറം അസനി ലണ്ടനിലേക്ക് വിളിച്ച് നമ്മുടെ ഹബീബിന് സുഖല്ലേ ഒപ്പിച്ച് ചായ കുടിച്ച മഹാൻ ചോറ് തന്നു. എന്തൊക്കെയാ അസനി അന്വേഷിച്ചത്? അതേ അസനി അതിനു മുമ്പ് എഴുതിയ മാസികയിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് മഹാൻ വഫാത്തായി. പിന്നീട് പറഞ്ഞു ആള് ലണ്ടനിലാണ്. ഏത് പച്ച നുണയാണ് അസനി പറയണത്. പിന്നെ ലണ്ടനിൽ നിന്ന് വാപ്പ വരുന്നത് ജീലാനിയില് കസേര മേടിച്ചിട്ട കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്ന് കരുതിനിപ്പോ ആരും ലണ്ടനിലേക്ക് പോകാൻ നിൽക്കണ്ട. ആള് മരണപ്പെട്ടതാ വഫാത്തായി തന്നെയാണ്. അത് അവര് വേറെ എന്തോ കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞാണ് ലണ്ടനിൽ നിന്നാണ്. അപ്പൊ ലണ്ടനിൽ നിന്ന് എന്നും തിരിച്ചു വരുമെന്ന് അറിയില്ല. അപ്പൊ അവരെ സംബന്ധിച്ചപ്പോ അവരവിടെ ഉറൂസ് നടത്തുന്നതോ ഒന്നും നിങ്ങൾ കാര്യാക്കണ്ട. പിന്നെ മഹാന്റെ മക്കാമിലേക്ക് ആളെ കയറ്റാതിരിക്കുന്നത് എല്ലാം എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ ലണ്ടൻ കഥയും കാര്യങ്ങളും ഒക്കെ മഹാന്റെ മക്കാമോടെ പൊങ്ങാൻ പാടില്ല. കുടുംബത്തിലുള്ള വിഷയങ്ങളൊക്കെ തീർന്നാൽ പിറ്റേ ദിവസം അവിടെ മക്കാമ് നന്നായിട്ട് പൊങ്ങിയിട്ട് മഹാന്റെ മക്കാമ് നല്ല പ്രൗഢഗംഭീരമായിട്ട് ഖലീഫമാരും ഈ പറയുന്ന ഉസ്താദുമാരും എല്ലാവരും ചേർന്ന് പണിയൊന്നും നമുക്ക് അറിയാം. നോക്കിയോ മഹാന്റെ മക്കാമ് വേണ്ട, ഓൻ മരിച്ചു കഴിഞ്ഞേ ഈ പറയുന്ന നമ്മുടെ അളിയന്റെ മക്കാമ് മതി, അവന്റെ മക്കാമ് പണിതാ മതി എന്ന് ഓന് കിട്ടുന്ന തലയണ മന്ത്രത്തിൽ കൂടെ ഓനത് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാനും ഒരു തീരുമാനം എടുത്തു. ഇനി അവിടെ ഒരാളുടെ മയ്യത്ത് അവിടെ കബറടക്കണ്ട, അതിനൊരു സ്റ്റേ മേടിച്ച് അതും വെച്ച് കൊടുത്തിട്ട് അതവിടെ നിൽക്കട്ടെ.
ഇപ്പൊ ലണ്ടൻ കഥകളാണ് മെയിനായിട്ട് നാട്ടുകാരുടെ ഇടയിലെ പാട്ട്. നാട്ടുകാരൊക്കെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ പറഞ്ഞ അതിലുള്ള മറ്റുള്ള പ്രസ്ഥാനങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ ഉണ്ട്. അവരൊക്കെ എന്നെ കാണുമ്പോൾ കളിയാക്കി ചോദിക്കും, എന്തായി ഇപ്പൊ വടക്ക് സൈഡിലൊക്കെ ഉള്ളവരാണ് ചോദിക്കും, അമ്മോശൻ ലണ്ടനിൽ നിന്ന് വരാറായോ? അത് ചോദിക്കുമ്പോൾ ഞാൻ കേൾക്കും, ചിരിക്കും. ഇപ്പൊ എന്ത് ചെയ്യാനാ? പിന്നെ ഇതിനകത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ പിന്നെ ഇവര് ഈ സ്വപ്നം കാണല് ഭയങ്കര കൂടുതൽ. ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ രണ്ടാമത്തെ അളിയൻ കബീറുടെ വളഞ്ചേരിലൊക്കെ വരുന്ന സമയത്ത് അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് സ്വപ്നം കാണുന്ന മഹാന്റെ റൈറ്റ് സൈഡില് റഹീം ഉസ്താദ്, ലെഫ്റ്റ് സൈഡില് ബാബു ഉസ്താദ്, മഹാൻ പറഞ്ഞ. ഞാൻ ചോദിക്കും എന്നിട്ട് പിന്നെ അത് മാറി. ഇപ്പൊ കഥ വേറെ, ഒരു സ്ഥിരതയില്ല, സ്വപ്നത്തിന് പോലും സ്ഥിരതയില്ല, ഇന്റർവെൽ ഇല്ല. സാധാരണ ഈ വാർത്തയൊക്കെ പറയുന്ന വാർത്തയ്ക്കൊക്കെ പരസ്യം പോലും ഇല്ല. ഇപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് സ്വപ്നമാണ്. ഇപ്പൊ അവൻ പറയണതും വാപ്പായാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇതിനകത്ത് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം, വാപ്പാക്ക് അസലില്ല എന്ന് ചോദിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞു വലത് സൈഡില് റഹീം ഉസ്താദാണ്, ഇടത് സൈഡില് ബാബു ഉസ്താദാണെന്ന്. ഇപ്പൊ പറഞ്ഞത് നേരെ തിരിച്ചാ. അപ്പൊ ഇതൊരു മര്യാദയില്ലാത്ത പറച്ചിലല്ലേ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സ്ഥിരത വേണ്ടേ? അതുപോലെ തന്നെ പിന്നെ മറ്റത് കുട്ടിച്ചാത്തന്റെ ആളാണ് മൂത്തളി. പുള്ളിക്ക് ഒക്കെ അതിനും കുട്ടിച്ചാത്തനും ഒക്കെ അതിനും അസ്മാവും ഒക്കെ ആയിട്ട് ഇങ്ങനെ അമ്പലത്തിലെ ചോറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാം. ആളുകൾ സാധുക്കളാ, പേടിക്കണ്ട, നന്നായിക്കോളും. അപ്പൊ ഇൻഷാല്ലാ, അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിനായിട്ട് പറയാനുള്ളത്, ഉസ്താദുമാരെല്ലാവരും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇൻഷാല്ലാ പറഞ്ഞതിലൊക്കെ എവിടെയും വല്ല അതവുകേടുകളോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും പടച്ചോൻ പൊറുത്ത് തരട്ടെ. അപ്പൊ എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും എല്ലാവരും ദുആ ചെയ്യാം. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും ദുആ ചെയ്യാം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും.